ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. ആ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും ആശ്വാസവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്നത് രണ്ടുപേരുടേതായ സാക്ഷ്യങ്ങളാണ്. ഒരു ദേവദാസൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യം, അതോടൊപ്പം തന്നെ ആ പ്രിയ ദേവദാസനും കുടുംബത്തിനും കർത്താവ് ഒരു മകളെ കൊടുത്തു. ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അവളുടെ വായിൽ നിന്ന് തന്നെയാണ് നാം കേൾക്കുന്നത്. നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കൂടെ ഇരുന്നാൽ അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെയും മകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു ആന്റി. പ്രൈസ് ലോർഡ്. ദൈവകൃപയാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ മോളെ അനറ്റ. പ്രൈസ് ലോർഡ് മോളെ. മോളെ അനുഭവമാണല്ലോ കർത്താവ് നടത്തിയ വിധങ്ങൾ. കർത്താവ് മോളെ എങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യമേറിയ ഒരു ഭാഗമെന്ന് പറയുന്നത്. അത് മോള് തന്നെ സംസാരിക്കുമെന്നാണ് മമ്മി പറഞ്ഞത്. അത് ആ സമയമാകുമ്പോൾ മോളത് മോടെ വായിരുന്നും കൊണ്ട് തന്നെ സംസാരിക്കണം. ഓക്കെ. ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ സാന്നിധ്യം ദയ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ ദാസിയെയും പ്രിയ പൈതലിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ, വഴികൾ, കർത്താവ് ഹല്ലേലൂയ എങ്ങനെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തി പ്രിയ പൈതലിനെ എങ്ങനെ വിടുവിച്ചെന്നുള്ള വലിയ വിടുതലിൻ്റെ സാക്ഷ്യം കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുവാനും കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാനും ദൈവം സഹായിക്കണമേ. അടിയങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കേൾവിക്കാരെ എല്ലാം ഏൽപ്പിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇനിയുള്ളത് പ്രിയ ദേവദാസി നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞാട്ട്. ആന്റി, ഞാൻ റാന്നിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ അല്ലേ? അതെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ. ഞങ്ങളുടെ വീട് തടിയൂരാണ്. ഞങ്ങള് ഇപ്പൊ കർത്താവിന്റെ വേല ചെയ്യുന്നത് റാന്നിയിലെ ഹെബ്രോൻ എന്ന് പറയുന്ന ചർച്ചിലാണ്. ഓക്കെ. ഇന്ത്യ ബെന്തക്കോസ് ദൈവസഭയുടെ ഹെബ്രോൻ IPC ഹെബ്രോൻ റാന്നീട്ടിയപ്പാറ അവിടെയാണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇനിയുള്ള സമയം നിങ്ങൾക്ക് നൽകി തരികയാണ്. പ്രിയ കർത്താവിന്റെ ദാസിയും മകളും അത് ഉപയോഗിച്ചാട്ടെ. ഓക്കെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈ ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതിനുവേണ്ടി മുഖാന്തരമായി തീർന്ന പ്രിയ റേച്ചൽ ആന്റി, ഈ സമയം ഞങ്ങൾ ഓർക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ജീവിതത്തിൽ ചെയ്ത നന്മകളും കർത്താവ് ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ തരുന്ന സമയങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളും ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുഖാന്തരമായി തീർന്ന് ഞങ്ങളുടെ പൈതലുമായിട്ടാണ് അടിയിൽ നിന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാല്യം എന്ന് പറഞ്ഞാല് ഞാനൊരു പെന്തക്കോസ്ത് സമൂഹത്തിൽ ജനിച്ചു വളരുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇട തന്നു. എൻ്റെ മാതാപിതാക്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ചുരുക്കമായി ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പപ്പായെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പപ്പ 15ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് എൻ്റെ പപ്പയുടെ കാല് തളർന്നു പോയതാണ്. ആ സാഹചര്യത്തില് 12ാമത്തെ വയസ്സിൽ കാല് തളർന്നു. അനേക ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി. എന്നാൽ അവിടെ ഒന്നും ഒരു രക്ഷയില്ല, ഇനി എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ഒരു വിടുതൽ എൻ്റെ പിതാവിന്റെ കാലിന്റെ മണ്ണ് പ്രവർത്തിക്കുവാനിടയായി. പിതാവ് ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ പെന്തക്കോസ്തുകാരോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മാതാപിതാക്കളായിരുന്നു എൻ്റെ പിതാവിന്റെ മാതാപിതാക്കള്. എന്റെ അപ്പച്ചൻ ആണെങ്കിൽ എന്താ പറയുക, ചീട്ട് കളിച്ചും വെള്ളം അടിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റുവാനോ അവര് വന്ന് സുവിശേഷം പറയുന്നതോ പ്രാർത്ഥിക്കുന്നതോ അപ്പച്ചന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പച്ചൻ ഇല്ലാത്ത സമയങ്ങളില് ദൈവദാസന്മാർ അവിടെ കടന്നു വരികയും കർത്താവിന്റെ നാമത്തെക്കുറിച്ച് പറയാനിടയായി തീർന്നു. എന്നാൽ എന്റെ പപ്പയെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് കുടുംബത്തിലാണെങ്കിലും ഒരു ദൈവികമായ ഒരു സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് എന്റെ പപ്പ അവിടെ വളരുവാൻ തക്കവണ്ണം ഇടയായത്.
അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് 12ാമത്തെ വയസ്സിൽ എന്റെ പപ്പയുടെ കാല് പോളിയോ ബാധിച്ച് തളർന്നു, നടക്കുവാൻ കഴിയുകയില്ല. എടുത്തുകൊണ്ട് പോകാൻ നടത്തൊക്കെ അപ്പച്ചനും അമ്മച്ചിയും കൊണ്ടുപോയി. രക്ഷയില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ സ്ഥാനത്ത് 2-3 ദൈവദാസന്മാർ കൂടെ അപ്പൊ ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കടന്നു വന്ന ആദ്യ സമയങ്ങളിലൊക്കെ വന്നപ്പോൾ നല്ല എതിർപ്പുകളായിരുന്നു. അതിനുശേഷം അവരിങ്ങനെ പറഞ്ഞു, കാരണം പപ്പയെ കർത്താവ് കണ്ടിട്ടുള്ളത് കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, ഈ കാലിന് ദൈവം സൗഖ്യം തരും എന്ന് പറയാനിടയായി തീർന്നു. ആദ്യ സമയങ്ങളിൽ പപ്പയ്ക്ക് തമാശ പോലെ തോന്നി, കാരണം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് പറ്റാത്തതാണോ ഈ പാസ്റ്റർമാര് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ പപ്പയുടെ മമ്മി ഇങ്ങനെ പറഞ്ഞു, അവര് പറഞ്ഞതല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് അവരിച്ചിരി എണ്ണ പ്രാർത്ഥിച്ച് പപ്പയുടെ കൈ കൊടുത്തു. എന്നാൽ വിശ്വാസത്തോടുകൂടി പപ്പ അത് കാലിൽ പുരട്ടുവാനിടയായി തീർന്നു. അങ്ങനെ അധികം താമസിക്കാതെ പപ്പയുടെ കാലിന്റെ അസ്വസ്ഥതകൾ പതിയെ മാറാനിടയായി. അങ്ങനെ പപ്പയ്ക്ക് വിശ്വാസം വരാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് പപ്പയുടെ കുടുംബത്തിൽ നിന്ന് പപ്പ ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നത്. എന്റെ മമ്മിയുടെ ഭവനത്തിലാണെങ്കിലും മമ്മിയും ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായിരുന്നു. അവിടെ മമ്മിയുടെ പാരന്റ്സ് ഭയങ്കര ഓർത്തഡോക്സ് വിശ്വാസികളായിരുന്നു. എന്നാൽ എന്റെ മമ്മിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മമ്മിയുടെ ജനനം മുതലേ എന്റെ അമ്മച്ചി നിത്യരോഗിയായി ആയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ മമ്മി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാം. മമ്മിയുടെ ബ്രദർ മൂലമാണ് മമ്മി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ഇടയായി തീർന്നത്. മമ്മിയുടെ ബ്രദറിന് ഹാർട്ടിനൊരു ചെറിയ പ്രശ്നം വന്നു, വാൽവിന് ഹോള് വീഴുക. അതായിരുന്നു ബ്രദറിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. അപ്പം വീട്ടുകാരറിയാതെ 1 വർഷത്തോളമായിട്ട് മമ്മിയുടെ ബ്രദർ പ്രാർത്ഥനയ്ക്കൊക്കെ മറ്റും കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതാരും അറിയുന്നില്ലായിരുന്നു. രഹസ്യമായിട്ട് കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മമ്മിയുടെ അമ്മ വയ്യാതായതിനു ശേഷം അപ്പച്ചനെ കൊണ്ട് മാത്രം കുടുംബം പുലർത്തുവാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് മമ്മിയുടെ ബ്രദറും കൂടെ ആയിരുന്നു ജോലികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ശാരീരിക വയ്യാഴിക മമ്മിയുടെ കുടുംബത്തെ വല്ലാതെ അലട്ടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നുപോയി, പല പ്രാവശ്യങ്ങളായി ഹോസ്പിറ്റലിൽ കടന്നുപോയി, മരുന്നുകളൊക്കെ കൊടുത്തു, ഒരു കുറവുമില്ല. ഒരിക്കൽ അപ്പം അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി എന്ന് പറയാൻ. അപ്പൊ മമ്മിക്ക് അത് മനസ്സിലായില്ല. മമ്മി ഇങ്ങനെ ചോദിക്കാൻ ഇടയായി തീർന്നു. അപ്പം പറഞ്ഞു, മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, മമ്മിക്ക് ഒട്ടും ഇഷ്ടമല്ല പെന്തക്കോസ് വിശ്വാസം എന്ന് പറയുന്നത്. കാരണം കാതേലെ ഊരണം, കഴുത്തേലെ ഊരണം, ഓർണമെന്റ്സ് എല്ലാം ഊരി നടക്കുക എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരുന്നു. മമ്മി വീട്ടിലെ ഇടക്കളാണ്. അപ്പം അങ്ങനെ ഇരിക്കെ മമ്മി പറഞ്ഞു, അപ്പൊ മമ്മിയുടെ ബ്രദർ മമ്മിയോട് ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണെന്ന് നിനക്ക് അറിയാമോ കുഞ്ഞെ എന്ന് ചോദിച്ചപ്പോ മമ്മിക്ക് ഉത്തരമില്ലാതായി പോയി. മമ്മി അന്നേരം പറഞ്ഞു, എല്ലാരും മരിക്കുന്നത് പോലെ ഞാനും മരിക്കും, എല്ലാരും ചെന്നെത്തും നടത്തും, ഞാനും ചെന്നെത്തും. അല്ല, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അതെങ്ങനാ, നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ ഇടയായിട്ട്. അങ്ങനെ ചോദിച്ചപ്പം അത് മമ്മിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. അതിനുശേഷമാണ് ഈ വയ്യാഴികള് പുറത്തോട്ട് രൂപപ്പെടുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വലിയ മമ്മിയുടെ ബ്രദർ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓപ്പറേഷത്തിന്റെ ഡേറ്റ് പറഞ്ഞപ്പം ഇവർക്ക് ഉള്ള കിടക്കാടവും വസ്തുവും കൂടെ വിറ്റാലേ ചികിത്സയ്ക്ക് സാമ്പത്തികം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഉള്ളതും കൂടെ പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത മമ്മിയെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അപ്പൊ മമ്മി ഇങ്ങനെ പറഞ്ഞു, എന്റെ അച്ചാച്ചൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ എന്റെ അച്ചാച്ചനെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് അങ്ങനെ ഓപ്പറേഷൻ കൂടാതെ എന്റെ അച്ചാച്ചനെ ദൈവം സൗഖ്യമാക്കിയാൽ ആ ദൈവത്തെ ഞാനും വിശ്വസിക്കും എന്ന്, എന്റെ ഹൃദയം ആ ദൈവത്തിന് വേണ്ടി ഞാനും കൊടുക്കും എന്ന് മമ്മി തീരുമാനം എടുക്കാൻ ഇടയായി തീർന്നു. അപ്രകാരം ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഓപ്പറേഷത്തിന് പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ അടുത്ത് വന്നു. മമ്മിക്ക് വല്ലാതെ ടെൻഷൻ ആയി തുടങ്ങി. മമ്മിയുടെ മൂത്ത ബ്രദറാണ്, കുടുംബം നോക്കേണ്ട വ്യക്തിയാണ്. അമ്മച്ചിയുടെ കണ്ടീഷൻ ഇങ്ങനാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ വിടുവിക്കുന്ന ഒരു ദൈവം അങ്ങാണെങ്കിൽ എന്റെ അച്ഛനെ വിടുവിക്കണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓപ്പറേഷത്തിന് അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പം ആ ഹോളുകൾ പതിയെ അടയുന്നതായിട്ട് കാണാൻ ഇടയായി തീർന്നു. അങ്ങനെ അന്നേരം അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇപ്പൊ ഓപ്പറേഷത്തിന്റെ ആവശ്യമില്ല, ഇത് പതിയെ പുറകെ മാറുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് അങ്കിളിനെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ തിരികെ വന്നപ്പം മമ്മിയുടെ ബ്രദർ മമ്മിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, കർത്താവ് എന്നെ വിടുവിച്ചു, ദൈവം എന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് മമ്മി തീരുമാനമെടുത്തു, കർത്താവെ എന്റെ ബ്രദറിന് ഓപ്പറേഷൻ കൂടാതെ വിടുവിക്കുന്ന ദൈവത്തെ സേവിക്കാമെന്ന് ഞാൻ എന്റെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് മുതൽ എന്റെ കർത്താവാണ് എന്റെ ദൈവം എന്ന് പറയുവാൻ മമ്മി തീരുമാനം എടുക്കുകയും ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കോണം മമ്മിയെ സഹായിച്ചു കർത്താവ്. അങ്ങനെ പപ്പയും മമ്മിയും പപ്പ ഒരിടത്തും മമ്മി മറ്റൊരിടത്തുമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അധികം താമസിക്കാതെ ഇവരെ കർത്താവ് ഒരുമിച്ച് ചേർക്കുവാൻ തക്കണം ഇടയായി തീർന്നു. പക്ഷേ വിശ്വാസത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് എല്ലാം തികഞ്ഞു എന്നാകുന്നില്ലല്ലോ.
ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും മുന്നോട്ട് കൂടുവാൻ ഇടയായി തീർന്നു. എന്നെ ഡെലിവറി ചെയ്ത സമയത്ത് എന്റെ പപ്പയ്ക്ക് വീണ്ടും നടുവിന് വേദന സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പം നട്ടെല്ല് അകലുന്നതാണ് കണ്ടത്. നട്ടെല്ല് അകലുന്നു. അപ്പം ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് അടുത്ത് വീണ്ടും വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ വന്ന് ജോലിയൊക്കെ ചെയ്യും. വീണ്ടും പപ്പയ്ക്ക് നടുവേദനയാവും. ഇങ്ങനെ കണ്ടിന്യൂസ് പപ്പയ്ക്ക് നടുവേദന വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 2 മക്കളാണ്. ഞാൻ മൂത്ത മോള്, എന്റെ ഇളയത് ഒരു ബ്രദറുണ്ട്. അപ്പൊ അവനെയും ഞാൻ ഉണ്ടായതിനു ശേഷം മമ്മി അടുത്തത് പ്രഗ്നന്റ് ആയപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അടുത്തതൊരു ആൺകുഞ്ഞായിരുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി അടുത്തതൊരു ആൺകുഞ്ഞായിരുന്നെങ്കിൽ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നൽകി തരാമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അപ്രകാരം കർത്താവിന്റെ വേലയ്ക്ക് അവനെ ഒരു ആൺകുഞ്ഞിനെ ദൈവം എനിക്ക് ശേഷം എന്റെ മാതാപിതാക്കൾക്ക് നൽകി കൊടുത്തു. അപ്രകാരം അവനെ ഡെലിവറി ചെയ്തതിന് ശേഷം വീണ്ടും പപ്പ ശരീരത്തിൽ വല്ലാതെ ക്ലേശം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മമ്മി പ്രാർത്ഥിക്കുക, പപ്പ പ്രാർത്ഥിക്കുക, എന്നാലും ഇതിനൊരു മാറ്റമില്ല. പക്ഷേ പപ്പയോടും മമ്മിയോടും പല ദൈവദാസന്മാരും കടന്നു വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണെന്ന്. അപ്പൊ അബ്രഹാമിനെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയാണ് നിങ്ങളെ കുറിച്ച് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അവർക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം പാരന്റ്സിനെ വിടണം, ദേശത്തെ വിടണം, ജനിച്ചു വളർന്ന നാട് വിടണം. അപ്പൊ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് പൊത്തുവിരുത്തമായ അനുഭവത്തിലുള്ള കർത്താവ്, ഞങ്ങൾ ഇവിടെ ഒക്കെ കർത്താവിന്റെ വേല ചെയ്യാം, ഞങ്ങൾ ഇവിടെ ഒക്കെ ഉള്ളവരോട് സുവിശേഷം പറയാം, പ്രാർത്ഥനകളൊന്നും മുടക്കത്തില്ല, കൺവെൻഷനുകൾ മുടക്കത്തില്ല, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തില് എന്റെ ഒരു 4-ാമത്തെ വയസ്സിൽ എന്റെ ബ്രദറിന്റെ ഒരു 2.5 വയസ്സുള്ള സമയത്ത് എന്റെ പപ്പ അതിനിടയിൽ പപ്പയ്ക്ക് ഒരു അറ്റാക്ക് വന്നു. എന്നിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ, കാരണം വീട് വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. കാരണം ഞങ്ങളെ വളർത്തണം, ഞങ്ങളുടെ ഭാവി അങ്ങനെയൊക്കെയുള്ള, കാരണം ഇവർ രണ്ടുപേരും സാമ്പത്തികമായ ചുറ്റുപാട് ഉണ്ടായിരുന്നെങ്കിലും കുറഞ്ഞ ഒരു കാലഘട്ടം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലൂടെ ആയിരുന്നു. അപ്പൊ ആ കഷ്ടത കുഞ്ഞുങ്ങളെ അറിയിക്കരുത് എന്ന് വിചാരിച്ച് പപ്പ ശരിക്കും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നും ഇന്നും. അപ്പം അങ്ങനെ ഒരു വ്യക്തി എന്റെ കുഞ്ഞുങ്ങളെ മറ്റൊരിടത്ത് കൊണ്ട് വിട്ടിട്ട് അവർ ഒരു നേരത്തെ ആഹാരത്തിന് ഒരാളുടെ മുമ്പിൽ കൈനീട്ടാൻ അങ്ങനെ അനുവദിക്കരുത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കോളാം, എന്റെ കുഞ്ഞുങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്റെ പപ്പയ്ക്ക്. പക്ഷെ ദൈവത്തിന് പപ്പയെ കുറിച്ച് മമ്മിയെ കുറിച്ച് അവരുടെ യൗവന രക്തം കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം. അപ്രകാരം ദൈവം കണ്ടു. പക്ഷെ പപ്പയും മമ്മിയും പുറകോട്ട് മാറി. എന്നാൽ എന്റെ ഒരു 4 വയസ്സും എന്റെ ബ്രദറിന്റെ ഒരു 2.5-3 വയസ്സായ സമയത്ത് എന്റെ പപ്പയ്ക്ക് വീണ്ടും നടുവിന് വേദന, കലശലായി, ഒട്ടും കുറയുന്നില്ല. ഹോസ്പിറ്റലിൽ കടന്നുപോയി, ബെൽറ്റ് ഇട്ടിട്ട് കുറയുന്നില്ല. അങ്ങനെ അവര് ഹോസ്പിറ്റലുകാര് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നട്ടെല്ല് അകന്നുകൊണ്ടിരിക്കുകയാണ്, ഒട്ടും അടുക്കുന്നില്ല. അങ്ങനെ അവര് പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസം എന്റെ പപ്പ ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ആള് ഇരിപ്പ് തന്നെ ആയിരിക്കും. പിന്നെ ഒന്നും മമ്മിക്ക് പപ്പയെ കൊണ്ട് ഒന്നും ഒരു പ്രതീക്ഷയ്ക്കും വകയുണ്ടാവത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇത് കേട്ടിട്ട് ഇങ്ങനെ അതൊരു ശനിയാഴ്ചയാണ് ഓപ്പറേഷന്റെ കാര്യങ്ങൾ എങ്ങനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിനി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തിങ്കളാഴ്ചത്തേക്ക് ഡേറ്റ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇതിനിടയിലൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ചുരുക്കമായി ഞാൻ പറയട്ടെ, അങ്ങനെ കർത്താവിന്റെ അങ്ങനെ പപ്പ അന്നേരം ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഞാൻ ഇത്രത്തോളം ആരോഗ്യത്തോടെ എന്റെ ഭവനത്തിൽ ഒന്ന് പോയി എന്റെ കുഞ്ഞുങ്ങളുടെ കൂടത്തിൽ ഒന്ന് വിശ്രമിച്ചിട്ട് ഞാൻ തിങ്കളാഴ്ച വരാം, എന്നെ ഒന്ന് വീട്ടിൽ വിടണമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർമാര് വഴക്ക് പറഞ്ഞു. പറ്റത്തില്ല, കാരണം ഞങ്ങൾ ഡേറ്റ് ഇട്ടേക്കാണ് എന്ന്. അപ്പൊ പാപ്പ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ, എന്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് അവരോട് നിർബന്ധപൂർവം പപ്പ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. എന്റെ മമ്മി ഒരു ചത്ത ശവം പോലെ കടന്നു വന്നു. ഞങ്ങൾക്ക് അന്ന് ഫുഡ് മമ്മി എങ്ങനെയൊക്കെയോ നിന്ന് ഉണ്ടാക്കി തന്നു. അങ്ങനെ വന്നു. സന്ധ്യ ആയപ്പോഴാ വന്നതും പപ്പയ്ക്ക് നല്ല ക്ഷീണം. പപ്പയെ 2-3 ദിവസങ്ങളായിട്ട് പപ്പയും മമ്മിയും അവർ ഹോസ്പിറ്റലായതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പപ്പയുടെ വീട്ടിലാണ്. അപ്പൊ പപ്പയെ കണ്ടതിന്റെ ആ ഒരു സന്തോഷം, ഞങ്ങൾ കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്ക് അറിയില്ല എന്താണ് ബുദ്ധിമുട്ടുകൾ അല്ലെ എന്തിലൂടെയൊക്കെയാ കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പം പപ്പയും അമ്മയും കണ്ടതിന്റെ സന്തോഷത്തിന് ഓടി ചെന്ന് പപ്പയെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്റെ ബ്രദറും പപ്പയുടെ കൂടെ ചേർന്ന് കിടന്ന് ഞങ്ങളും ഉറങ്ങിപ്പോയി. അപ്പം മമ്മി നേരത്തെ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ മമ്മി ഒരു ചാക്കിട്ട്, മമ്മിയുടെ സങ്കടം ഏറുന്ന, മമ്മിയുടെ ഭാരങ്ങളുടെ നടുവില് മമ്മി ഒരു ചാക്ക് വിരിക്കും, ചണച്ചാക്ക്. അതിന്റെ മുകളിൽ മമ്മി മുട്ടുകുത്തും. അന്നും മമ്മി വന്ന ഉടനെ ഞങ്ങളെ ഒരു തരത്തിൽ ഫുഡൊക്കെ തന്നു, പപ്പയ്ക്ക് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തിട്ട് മമ്മി ഒന്നേരം ഞങ്ങളുടെ കട്ടിലിന്റെ താഴെ
ചാക്ക് വിരിച്ച് അതിന്റെ മേളിൽ മുട്ടുകുത്തി ഇങ്ങനെ കരഞ്ഞു, കർത്താവെ എനിക്ക് ആരോഗ്യത്തോടുകൂടി തരണം. ദൈവം അറിയിച്ചത് എവിടാന്ന് വെച്ചാലും അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പൊക്കോളാം. എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു നട്ടലില്ലാത്തൊരു വ്യക്തിയെ എനിക്ക് തരരുത്. ദൈവം എന്നെ ഞങ്ങളെ കൂട്ടിച്ചേർത്തത് അപ്രകാരമാകിയാൽ എനിക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ എന്റെയും എന്റെ ബ്രദറിന്റെയും തലയുടെ മുകളിൽ ഒരു ദൂതൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. ഭയങ്കര ഒരു വെളിച്ചം ഞങ്ങളുടെ മുറിയിൽ പ്രകാശിക്കുന്നത് പോലെ മമ്മി കണ്ടു. മമ്മി ഇങ്ങനെ നോക്കുമ്പോൾ മമ്മിയുടെ നേരെ ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു ഒരു എന്താ പറയുക, മധ്യവയസ്കനായ ഒരു നല്ല സുന്ദരനായ ഒരു വ്യക്തി ഇങ്ങനെ നിന്നിട്ട് ഒരു ചോദ്യചിഹ്നം പോലെ, മകളെ ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് മമ്മിയോട് ചോദിക്കുന്ന ഒരു അനുഭവം. അപ്പൊ മമ്മി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എന്റെ പ്രിയപ്പെട്ടവന് ദൈവം സൗഖ്യം കൊടുക്കണം. അപ്രകാരം അത് മമ്മി ഇങ്ങനെ കണ്ടു. മമ്മി ഇരുന്ന് കരയുക, മമ്മി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്കും ഞാനും എന്റെ ബ്രദറും ഉറങ്ങി. പപ്പയും ആ ടാബ്ലറ്റിന്റെ ഇതിലും ക്ഷീണത്തിലും പപ്പയും ചെറുകെ ഇന്ന് മയങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോ പപ്പയ്ക്ക് വേദന അല്പം കുറവുണ്ട്. പപ്പ പതിയെ നടക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ഞായറാഴ്ചയാ, പക്ഷെ ചർച്ചിലൊന്നും പോയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ആരോഗ്യം പപ്പയ്ക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം അമ്മയും ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷത്തിന് വേണ്ടി പോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ പതിയെ രണ്ടുപേരും പപ്പയുടെ വീട്ടുകാരും ഉണ്ട്, പേരൻസ് എല്ലാം കൂടെ ആയിട്ട് പപ്പയെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ കടന്നു ചെന്ന സമയത്ത് ഡോക്ടർമാർ ആദ്യം ഒന്ന് സ്കാൻ ചെയ്തു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. രണ്ടാമത് വീണ്ടും സ്കാൻ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതെന്താ സംഭവിച്ചത്? ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചത്? ഓപ്പറേഷത്തിന് ഡേറ്റ് എന്ന് ഞങ്ങൾ എഴുതിയിട്ടത് ഇതാണ് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, ഇത് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ കർത്താവ് അത്ഭുതകരമായ വിടുതല് എന്റെ പപ്പയുടെ ശരീരത്തിന്മേൽ കഴിഞ്ഞ രാത്രിയിൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ ദൈവം വിടുവിച്ചു ഓപ്പറേഷൻ വേണ്ട എന്ന് തീരുമാനം അന്ന് അറിഞ്ഞ സമയത്ത് എന്റെ പപ്പയും മമ്മയും കൂടെ തീരുമാനമെടുത്തു, ഇനി അധികം താമസിക്കാതെ കർത്താവ് എവിടെ അയക്കുന്നു അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നു. കുഞ്ഞുങ്ങളായ എന്നെ എന്റെ മമ്മിയുടെ വീട്ടിലും ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ വിട്ടേച്ച് എന്റെ പപ്പയും മമ്മിയും കൂടെ ഒരു എന്തു പറയുന്ന ഒരു സഞ്ചിക്കകത്ത് കുറച്ച് സാധനങ്ങളുമായിട്ട് എവിടേക്കെന്ന് അറിയത്തില്ല, കാസർഗോഡിന്റെ പ്രദേശത്തേക്ക് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കടന്നു പോകാൻ 90s അവർ കടന്നു പോകാൻ തൊക്കെ ഇവിടെയായി തീർന്നു. കാരണം എന്നെക്കാളിലുപരി എന്റെ ബ്രദറിനെ മമ്മിക്ക് പിരിയാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കാരണം അവനുണ്ടായ സമയത്ത് ഞാൻ മമ്മിയുടെ നിന്നൊക്കെ ഇച്ചിരി മാറി നിന്നുകൊണ്ട് എന്നോട് അത്ര ഇത് മമ്മിക്ക് പ്രശ്നം വന്നില്ല. പക്ഷെ എന്റെ ബ്രദറിനെ പിരിയാന്ന് പറഞ്ഞാൽ എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അവനെയും എന്റെ കൂട്ടത്തില് എന്റെ മമ്മിയുടെ വീട്ടിലാക്കിയിട്ട് എന്റെ പപ്പയും മമ്മിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. കാസർഗോഡ് ഗോക്കടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പെന്തക്കോസുകാരെ അവര് കണ്ടിട്ടില്ല. മമ്മിയെ കാണുമ്പോൾ ഒരു വല്ലാതൊരു നികൃഷ്ട ജീവിയെ നോക്കുന്നത് പോലെയാണ് എന്റെ മമ്മി എല്ലാരും നോക്കിക്കുന്നത്. കാരണം കാതയിലൊന്നുമില്ല, കഴുത്തേലൊന്നുമില്ല, ഇതെന്തുവാ, ഇങ്ങനെയെന്നൊക്കെ അവര് ചോദിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ പപ്പയും മമ്മി ഇതൊന്നും വകവെക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കാസർഗോഡിന്റെ പ്രദേശത്തേക്ക് പ്രാരംഭ സമയങ്ങളിൽ കടന്നു പോകാൻ തൊക്കെയാണ് ഇടയായി തീർന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. സുവിശേഷം ഇതിനിടയിൽ കർത്താവിന്റെ വചനപ്പെടിപ്പം പപ്പായ ദൈവം ബലപ്പെടുത്തി. അങ്ങനെ അവിടെ കടന്നുപോയി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. മമ്മിക്കും അന്ന് മുതലേ മമ്മി നേരത്തെ മുതലുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഉടനെ മമ്മി ഉപവാസം തീരുമാനിക്കും. ഒന്നെങ്കിൽ 21 അല്ലെങ്കിൽ 7, 3 വിഷയങ്ങളുടെ കാഠിന്യം അനുസരിച്ച് മമ്മി ഉപവസിക്കും. ആ സമയങ്ങളിൽ മമ്മി ഉപവാസമാണ്. അങ്ങനെ ഒരു വർഷം അവിടെ നിന്ന് ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്റെ ബ്രദറിനെ ആദ്യം കൊണ്ടുപോയി, അതിനുശേഷം എന്നെയും കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയങ്ങളിൽ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് വീടുകൾ ആരും തരത്തില്ല. കാരണം അറിയത്തില്ലല്ലോ, അവർക്ക് അറിയില്ല കർത്താവ് എന്താണ്, ദൈവം എന്താണെന്ന്. പക്ഷെ ചില മർത്തോമ ഭവനക്കാരെ ആ ദേശത്ത് എന്റെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടി ഒരുക്കി. അങ്ങനെ അവരുമായിട്ട് സഹകരിച്ച് അവരോട് കൂടെ ചില ഭവനങ്ങളെ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്രകാരം അവിടെ ആയിരുന്നു. അതിനുശേഷം അവിടെ വസ്തു വാങ്ങിപ്പാൻ കർത്താവിന്റെ അവിടെ പ്രവർത്തനങ്ങൾ വിജയിപ്പാൻ തൊക്കെ ഇടയായി തീർന്നു. വസ്തു വാങ്ങിച്ചത് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു അച്ചായനാണ്. ആ അച്ചായന് 5 സെന്റ് സ്ഥലം ഞങ്ങളെ ചർച്ചിന് വേണ്ടി കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ആദ്യം ഒരു ഷെഡ് വെച്ചു. ആ ഷെഡ് എന്ന് പറഞ്ഞാൽ ഓല കൊണ്ടുള്ള ഒരു ഷെഡ്. തറയിലെല്ലാം ചാണകവും ഒക്കെ മെഴുകി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പപ്പയും മമ്മിയും 1-2 പണിക്കാരൂടെ ചേർന്ന് ആ ഷെഡ് പണിത് മേളില് പൊക്കി എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറ്റ് വീശി ഇത് മൊത്തം ചെരിഞ്ഞ് താഴെ വീണു. ആ വഴി സൈഡിൽ എല്ലാരും കളിയാക്കിക്കൊണ്ട് പോയ സമയത്ത് മമ്മി ആ ഷെഡിന്റെ പുറകിലോട്ട് പോയിട്ട് നെഞ്ചത്തടിച്ച് മമ്മി ഇങ്ങനെ കർത്താവേ നീ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്, പക്ഷെ ഇങ്ങനെ ഒരു അപമാനം ഈ ദേശത്ത് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാക്കി എന്തിനു ഞങ്ങളെ തീർക്കുന്നു എന്ന് ചോദിച്ചപ്പോ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇതിന്റെ പുറകിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പറയാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ പണിയാനുള്ള യാതൊരു മാർഗവുമില്ല. അതിനുശേഷം ആ അച്ചായൻ അവിടെ ഒരു
ഹോള് പണിയത്തക്ക മനോഹരമായ ഒരു ഹോള് പണിയത്തക്ക വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഞങ്ങളെ കൊണ്ടുപോയ സമയത്ത് അവിടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അനേക ദൈവദാസന്മാരെയൊക്കെ വിടും, ഇങ്ങനെ പ്രവർത്തിക്കാൻ, ടീമായിട്ട് പ്രവർത്തിക്കാനൊക്കെ വിടും. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരം കാണത്തില്ല. അപ്പൊ തൊട്ട് താഴെ ഒരു ആറുണ്ട്. ഞങ്ങൾ 4 മണിയാകുമ്പോൾ വരുമ്പോഴത്തേക്ക് നടന്ന് 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നടന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് മമ്മി പറയും പോയി കുളിച്ചിട്ട് വാ. കാരണം ആ 4 മണിക്ക് വന്നിട്ട് കഴിച്ചിട്ട് പിന്നെ വൈകിട്ടൂടെ കഴിക്കാനുള്ളത് ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങളോട് പറയും നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, കുളിച്ചിട്ട് വന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചിട്ട് കിടക്കാം കേട്ടോ എന്ന് പറയും. അപ്പം വെള്ളത്തിൽ ചാടാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി അങ്ങ് പോകും. അവിടെ ചെന്ന് കുളിച്ച് ഒരു 6:30 ആകുമ്പോഴത്തേക്കും 7 പപ്പ പായിട്ട് പ്രാർത്ഥിക്കാതിരിക്കും. അതിനി ആരെങ്ങനെ വന്നെന്ന് പറയില്ല, പപ്പയുടെ ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ്. അപ്പം 6:30 മമ്മി ഞങ്ങളെ വന്നില്ല ടോർച്ച് അടിച്ചു വന്ന് വിളിക്കും. കാരണം അതിനു മുമ്പ് കയറി വന്നാൽ ഞങ്ങൾക്ക് വിശക്കും, ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തരണം. അങ്ങനെ 6:30 അവിടെ വന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം പപ്പ പ്രാർത്ഥിക്കാൻ പായിടും. ഞങ്ങൾ പായിട്ട് ആ പായെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. കാരണം മമ്മിയോട് വഴക്കുണ്ടാക്കും ഫുഡ് താന്ന് പറഞ്ഞു. പക്ഷെ പപ്പായെ പേടിച്ച് മമ്മി പറയും ഇപ്പൊ കഴിക്കാൻ പറ്റത്തില്ല, പപ്പ വഴക്ക് പറയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് മയങ്ങിപ്പോകും. അന്നൊക്കെ ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്, മമ്മി എന്താ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പിറ്റേ ദിവസം മമ്മി എന്നെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ എന്നോട് പറയും, മോനെ ഫുഡ് തരാനുള്ള, അല്ലെങ്കിൽ ഇന്നലെ 2-3 പ്രവർത്തനത്തിന് ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പം മക്കൾക്ക് തരാൻ കഞ്ഞിവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാ എന്നിങ്ങനെ പറയും. പക്ഷെ പല രാത്രികള് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ വിശപ്പ് എന്ന് ചോദിച്ചാൽ വരുന്ന സമയത്തുള്ള വിശപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ വിശപ്പ് പോലും ഞങ്ങളെ അറിയിച്ചിട്ടില്ല കർത്താവ്. ആ സ്ഥാനത്ത് കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ അവിടെ നിന്നെല്ലാം മാനിച്ച്, അങ്ങനെ ഞങ്ങള് അവിടെ കാസർഗോഡിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേല വിജയിച്ചു. അനേകർ കർത്താവിനെ കാണുവാനും അറിയുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം കണ്ണൂരിന്റെ പ്രദേശത്തേക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ആയിരുന്നു. അവിടെയും അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും RSSകാരുടെ ഉപദ്രവങ്ങളും ഒക്കെ അവിടെയും ഉണ്ടായി. എന്നാൽ അവിടെ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് RSSകാരുടെ ഉപദ്രവം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാമോ? എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, ഓർമ്മയിലുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഞങ്ങൾ RSSകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലപ്പുഴയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ എന്റെ മമ്മി അന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ടീമുണ്ട്. ടീമിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് മമ്മി അടുക്കളയിൽ ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം മമ്മിയുടെ അന്തരാത്മാവിൽ ദൈവം സംസാരിച്ചു. ഇപ്പം 2 പേര് വന്ന്, ഇപ്പൊ ഒരാൾ വന്ന് പപ്പയെ വിളിച്ചോണ്ട് പോകും എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തിത് നടക്കുക. അത് പക്ഷെ മമ്മി അറിയുന്നില്ല. പുറത്തിത് നടക്കുമ്പോൾ ഇത് എന്താണെന്ന് മമ്മി അറിയുന്നില്ല. അന്നേരത്തേക്കും ഒരാൾ വന്ന് പപ്പയോട് പറഞ്ഞു ഒന്ന് അങ്ങോട്ടൊന്ന് വരാവോ എന്ന് ചോദിച്ചു. അതിനു മുമ്പ് ഒരു ഹൈന്ദവ വീട്ടിലെ കർത്താവിന്റെ സുവിശേഷ വേല അവര് വിളിച്ചിട്ട് ഞങ്ങൾ കടന്നു എന്ന് സുവിശേഷം പറഞ്ഞതാണ്. അവർക്ക് അതിനൊരു വിടുതലും ഉണ്ടായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം വന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഈ മമ്മിയോട് ദൈവം സംസാരിക്കുകയും മമ്മി അവിടെയുള്ള കൂട്ട് ദൈവദാസന്മാരോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് പപ്പയെ വിളിച്ചോണ്ട് പോകുന്നു. ഈ വിളിച്ചോണ്ട് പോകുന്നത് മമ്മി അറിയുന്നില്ല. മമ്മിയോട് ദൈവം സംസാരിച്ചു. ഈ വിളിച്ചോണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് പപ്പയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും ആരുടെയും വീട് കയറുമോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരം പപ്പ പറഞ്ഞു ഇല്ല എന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞ് പപ്പ ഇങ്ങനെ പോന്നു. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ അറിഞ്ഞ് 12 പേര് ഒരു ടെമ്പോയില് വടിവാളും കത്തിയുമായിട്ട് അവിടെ നിൽക്കുക. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞായിരുന്നെങ്കിൽ അന്നേരം പപ്പയെ തീർക്കാൻ അങ്ങനെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇരുട്ടത്ത് മറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ദൈവാത്മാവ് മമ്മിയോട് സംസാരിച്ചു. അന്നേരം മമ്മി ഓടിപ്പോയി പ്രാർത്ഥിക്കാൻ പറ്റിച്ച് പപ്പ എത്തിയത് ചോദിച്ചപ്പം അവര് പറഞ്ഞു ഇതുപോലെ ആരോ ഒരാൾ വന്ന് വിളിച്ചോണ്ട് പോയിന്ന്. അന്നേരം ആ മമ്മി പറയുന്നത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത്. അന്നേരമാണ് ഇവരോട് മമ്മി ഇത് പറയുന്നത്. പെട്ടെന്ന് കരം ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോ പപ്പ ഒരു ഇതുമില്ലാതെ നല്ല കൂളായിട്ട് കയറി വരുന്നത് കാണുവാനിടയായി തീർന്നു. അതിന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത് 10-12 പേര് അപ്പുറത്ത് വടിവാളുമായിട്ട് കത്തി ഒക്കെ ആയിട്ട് ഒരു ടെമ്പോയില് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. പക്ഷെ ആ ദേശത്ത് ദൈവം ഒരു വലിയ പ്രവൃത്തി വെളിപ്പെട്ടു. അതിൽ പലരും അതിനുശേഷം ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾ പിന്നെ കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അതിൽ 1-2 പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്ന് പിന്നീട് അറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം അത് ഞങ്ങൾ കണ്ണൂരാണ് ആ സംഭവം നടക്കുന്നത്. കണ്ണൂർ അടുത്തൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ മാറിയപ്പം അവിടെ ഞങ്ങൾ ആയിരുന്ന സമയത്ത് അന്ന് ഞാൻ 6ൽ പഠിക്കുക, എന്റെ ബ്രദർ 5ൽ പഠിക്കുക. അപ്പൊ ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. സ്കൂള് തുറന്ന് പുസ്തകം വാങ്ങിക്കണം, നോട്ട്ബുക്ക് വാങ്ങിക്കണം, യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. അവിടെ അങ്ങനെ ഒട്ടും പൈസ സാമ്പത്തികമായി പപ്പയുടെ കാര്യത്തിലില്ല.
പൈസ ഇല്ലാതിരുന്ന സമയത്ത് മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് നീ അഡ്രസ്സ് കൊടുത്ത് തരാം, നീ അഡ്രസ്സ് കൊടുത്ത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞങ്ങളുടെ അഡ്രസ്സ് കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവ അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അവിടെ ഞങ്ങളുടെ ഒരു അഡ്രസ്സ് അവിടെ കൊടുത്തിട്ട്, ഈ ഞങ്ങൾ എവിടാന്നോ ഞങ്ങൾ എന്തുവെന്നോ അറിയത്തില്ല. തിങ്കളാഴ്ച ഈ അടുത്ത ദിവസം ഞങ്ങൾക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. പക്ഷെ ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല. എന്നെ എന്റെ ബ്രദറിനെ സ്കൂളിൽ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത ദിവസം വരുമ്പോ യൂണിഫോം ഇട്ടുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളെന്ന് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാനും എന്റെ ബ്രദറോട് പറഞ്ഞു, മമ്മി ഞങ്ങൾ ഇനി യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകത്തില്ല, കാരണം ഞങ്ങളെ യൂണിഫോം ഇല്ലാതെ ഞങ്ങൾക്ക് സ്കൂളിൽ ചെല്ലാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്റെ മമ്മി അന്നേരവും കരയാൻ ഇടയായി തീർന്നു. അന്നേരം ആ രാത്രിയിലാണ് ഒരു അങ്കിളുടെ ആന്റിയുടെ ഉള്ളത്തോട് ദൈവം ഇടവിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഈ അഡ്രസ്സിൽ ഇത്ര രൂപ അയച്ചു കൊടുക്കണം, അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം വീടറിയത്തില്ല, എന്തുവാന്നറിയത്തില്ല, ആ അങ്കിള് തേടി പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് ആ അങ്കിള് വേറൊരു അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ ഇവിടെ അല്ല, അങ്കിള് വേറൊരു അങ്കിളിനോട് പറഞ്ഞു, ഈ അഡ്രസ്സിൽ ഈ സാധനം കൊണ്ട് ഈ പൈസ കൊണ്ട് അവിടെ കൊടുക്കണം, എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഈ പൈസ അവരുടെ കയ്യിലെത്താതെ എനിക്ക് ഉറക്കം തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പിറ്റേ ദിവസം, അത് എനിക്ക് തോന്നുന്ന ഒരു ശനിയാഴ്ചയായിരുന്നു, ഞായറാഴ്ച തിങ്കളാഴ്ച യൂണിഫോം ഇട്ടുകൊണ്ട് പോകത്തക്ക വിധത്തിൽ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. തിങ്കളാഴ്ച ഞങ്ങൾ സ്കൂളിൽ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഒരു വിശ്വാസം കണ്ടാണ് ഞങ്ങള് വളർന്നു വന്നത്. അപ്പം ഈ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വന്ന് അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞു. അവിടെയും ഇഷ്ടം പോലെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പലപ്പോഴും പപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പാടാൻ പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവിടെ ആ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പം ഒരു ഭയങ്കര ബഹളം കേൾക്കാം. അപ്പൊ പപ്പ പേടിച്ചു പോയി. വീടിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കൂന്നാ പറഞ്ഞത്. അപ്പം ഈ വീടിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണോ ഇവര് വന്നിരിക്കുന്നേ എന്ന് വിചാരിച്ച് പപ്പ ഞങ്ങളെ തട്ടി എഴുന്നേപ്പിച്ച്, അപ്പൊ തൊട്ടപ്പുറത്തൊരു നാടകക്കാരായിരുന്നു, അവര് വന്നതിന്റെ ബഹളമായിരുന്നു. പക്ഷെ പപ്പ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഭയപ്പെട്ട് എഴുന്നേറ്റ് ഒരു രാത്രി 12:30 1 മണിയായി, കാട്ടിൽ ലൈറ്റ് പോലും ഇല്ലാത്ത കാട്ടിനകത്തൂടെ ഞങ്ങളെ രണ്ടിനെയും എടുത്ത് മമ്മിയെ വലിച്ചുകൊണ്ട് പപ്പ ഓടുക. പപ്പയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം പപ്പ പറയുന്നത്, ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതിന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പപ്പ ഓടുക. പക്ഷെ അത് കഴിച്ചാണ് ഞങ്ങൾ ഓടിച്ചിരി അങ്ങോട്ട് മാറിയപ്പോ ഞങ്ങളുടെ വീടിന്റെ നേരെ അല്ല ഇത് വരുന്നത്. അത് കഴിഞ്ഞ്, കാരണം അതിനു മുമ്പ് ഇവര് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിന് നേരെ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുക, ദുരെ കല്ല് വന്ന് ഞങ്ങളുടെ ഓടിന്റെ മേളില് ഇങ്ങനെ, വാടകയ്ക്കാ താമസിക്കുന്നത്, ഓടിന്റെ മേളിൽ ഇങ്ങനെ കല്ല് വീഴുന്ന ശബ്ദം കേൾക്കുക. പപ്പ ജനല് തുറന്നു നോക്കിയപ്പം കല്ല് തെരേന്ന് കല്ല് വന്ന് വീഴുക. എന്നിട്ട് പുറത്ത് ഭയങ്കര തെറിവിളി ബഹളം, ജനല് ഗേറ്റ് വലിച്ചു പറിക്കുക. അന്ന് എന്നും ലേറ്റ് ആയിട്ട് ഗേറ്റ് അടയ്ക്കുന്ന അന്ന് പപ്പ നേരത്തെ ഗേറ്റ് അടച്ചു. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരകത്ത് കയറി വന്ന് ബഹളം ഉണ്ടാക്കിയേനെ. അന്ന് പപ്പ ഗേറ്റ് നേരത്തെ അടച്ചു. ഇവർക്ക് അകത്ത് കയറാൻ പറ്റില്ല, വലിയ മതിലിനകത്താ ഈ വീട്. ഇവർക്ക് അകത്ത് കയറാൻ പറ്റാതെ ആയ സാഹചര്യത്തില് ഇവര് വീടിന് നേരെ കല്ലെറിഞ്ഞ്, കൈ കിട്ടിയ കല്ലും ഇതും എല്ലാം എറിഞ്ഞ് ഞങ്ങളുടെ ആ ഫ്രണ്ട് ഇത് സിറ്റ് ഔട്ട് മുഴുവൻ ഇവര് കല്ലെറിഞ്ഞ് ഓട് മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ ഒരു കല്ല് പോലും ഞങ്ങളുടെ ദേഹത്ത് തൊടാൻ ദൈവം അനുവദിച്ചില്ല. അവസാനം അവര് പറഞ്ഞു, എടാ നമ്മൾ എറിഞ്ഞ കല്ലുകളൊക്കെ അവരുടെ ദേഹത്തൊക്കെ കൊണ്ടു കാണാം, അതുകൊണ്ടാണ് ഒന്നും അനങ്ങാതെ അതിനകത്തിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടിന്റെ പപ്പായും മമ്മിയും കൂടെ പൊത്തി, പിണ്ടല്ലേ മക്കളെ നമുക്ക് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്വോത്രം പറഞ്ഞു അതിനകത്തിരുന്ന്. അന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങത്തേയില്ല എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തൊരു വ്യക്തിയാണ്. കാരണം എന്റെ പപ്പയും മമ്മിയും ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവം, ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. എന്റെ പപ്പയും മമ്മിയും സുവിശേഷ വേലയിലും വിശ്വാസികളിൽ നിന്നും ഒക്കെ അനുഭവിച്ച ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഒരിക്കലും ഞാൻ സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങത്തില്ല എന്ന് ഞാൻ പറയാം. കാരണം എനിക്ക് ജോലി ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, ഒരിക്കലും ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങത്തില്ല എന്ന് തീരുമാനമെടുത്തു. പക്ഷെ എന്നെ കർത്താവിന്റെ വേല ചെയ്യാൻ കണ്ടിരുന്നതായുണ്ട്. നമ്മുടെ തീരുമാനങ്ങളോ നമ്മുടെ വിചാരങ്ങളോ അല്ലല്ലോ കർത്താവിന്റെ വഴികളും കർത്താവിന്റെ വിചാരങ്ങളും. എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടതായതുകൊണ്ട് ദൈവം എന്നെ അതിലേക്ക് പണിയുവാനിടയായിട്ട്. പക്ഷെ എന്റെ പപ്പ അന്നും ഇന്നും കരയാതെ, പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ കരയാതെ എഴുന്നേക്കത്തില്ല. പപ്പയുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ ഒഴുകും. എന്തിനാ പപ്പയും മമ്മിയും കരയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനും കൂടത്തിൽ പോയിരുന്നു അങ്ങ് കരയും. എന്റെ ബ്രദർ അവൻ വന്നിരുന്ന് കുറച്ചു നേരമൊക്കെ പ്രാർത്ഥിച്ചു അവൻ ഇതിങ്ങനെ ഉറങ്ങും. ഞങ്ങൾ തട്ടിയാലൊന്നും അവൻ ഇച്ചിരി നേരം ഉറങ്ങും,
ഞാൻ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ അങ്ങ് കരയും. എന്നിട്ട് ഞാൻ എന്നെ തന്നെ നുള്ളി കരയിക്കും. പപ്പയും മമ്മിയും കരയുന്നു, എനിക്കെന്താ കരയാൻ പറ്റാത്തെ, എന്താ വിഷയം എന്നൊന്നും ഞങ്ങളോട് അറിയിക്കുന്നില്ല. എന്നിട്ട് ഞാനും ഇരുന്ന് ഇങ്ങനെ പപ്പ കരച്ചിൽ നിർത്തുന്നവരെ ഞാനും ഇരുന്ന് വിട്ടങ്ങ് കരയും. എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കർത്താവേ, പപ്പയും മമ്മിയും എന്തിനാ കരയുന്നത്, ആ വിഷയത്തിന് ദൈവം മറുപടി കൊടുക്കണം, ഇത്രമാത്രം പറയാൻ അറിയാം. ഇങ്ങനെ കരഞ്ഞ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങള് പിന്നെ ആ കണ്ണൂരിൽ നിന്ന് മാറി ഇങ്ങനെ നാട്ടിൽ വന്നു. പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. കാരണം പപ്പയുടെ പേരൻസിനോട് അടുത്ത് വരണമെന്നുള്ളത് പപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് അപ്രകാരം ഞങ്ങള് ആയിരുന്നു. അങ്ങനെ വന്നു. എന്റെ പഠനമായി. ഞങ്ങള് ഇങ്ങനെ മാറി മാറി വന്നത് കൊണ്ട് 10-12 സ്കൂളുകളാണ് ഞങ്ങളുടെ 12ാം ക്ലാസ് പഠിച്ചു തീർന്നത്. ഓരോ ഇങ്ങനെ മാറി മാറി ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി ഇങ്ങനെ വരും. കാരണം ഒരുപാട് വാടക വീടുകളില് ഒത്തിരി, കാരണം വീടുകളൊന്നും ലഭിക്കത്തില്ല ആ സമയത്ത്. വാടക വീടുകൾ മാറി, സാധനങ്ങൾ പെറുക്കി കെട്ടി മടുത്ത് അങ്ങനെ ഒരു ലൈഫായിരുന്നു ഞങ്ങളുടേത്. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ വർഷം കാണുന്നവരെ അടുത്ത വർഷം കാണണ്ട, അതൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥിരമായിട്ടൊരു ഫ്രണ്ട്സ് ഇല്ല, സ്ഥിരമായിട്ടൊരു എന്താ പറയുക വീടില്ല. നമുക്ക് എല്ലാരും പരിചയക്കാരാ, എന്നാൽ നമ്മുടെ ആവശ്യ സമയത്തിന് നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും കർത്താവ് ഞങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചത് ഭൂമിയുടെ അറ്റത്തോളം പോകുമെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള രീതികളിൽ കർത്താവിന്റെ വചനവുമായിട്ടൊക്കെ പോകാൻ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിലൊക്കെ പോകാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെയായി എന്റെ +2 പഠിത്തം കഴിഞ്ഞു. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം എന്റെ പേരൻസിന്റെ കയ്യിലില്ല. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, പപ്പേ, എന്നെ പഠിപ്പിച്ചാലും എന്നെ വിവാഹം കഴിക്കുന്ന ആൾ എന്നെ ജോലിക്ക് വിട്ടില്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന പൈസ വെറുതെ ആവത്തില്ല. അതുകൊണ്ട് ബ്രദറിനെ പഠിപ്പിച്ചോ, അവനെ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഒരു നിർബന്ധപ്രകാരം ഞാൻ നേഴ്സിംഗ് ഫീൽഡ് എനിക്ക് ഇഷ്ടമായെങ്കിലും ഞാൻ അത് എടുത്തില്ല. ഞാൻ അത് എടുക്കാതെ കമ്പ്യൂട്ടർ ഫീൽഡ് തിരഞ്ഞെടുത്ത് അങ്ങനെ പോയി. കുറച്ചു നാള് ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ UP-യില് കർത്താവിന്റെ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഡൽഹി വന്നു. അങ്ങനെ വന്നു. ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിൽ വേറൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. വിവാഹം നടക്കുന്ന പറഞ്ഞാല് പാസ്റ്ററുടെ വീട്ടില് പപ്പയുണ്ട്. പപ്പ മരിച്ചുപോയി. കാരണം അറ്റാക്ക് ആയിരുന്നു പപ്പയ്ക്ക്. പപ്പ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ IPC-യില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പപ്പയും മമ്മി ആയിരുന്നു. പപ്പ മരിച്ചുപോയി. അപ്പൊ അവിടെ 3 സിസ്റ്റേഴ്സിന് ശേഷം മമ്മി പ്രാർത്ഥിച്ച്, കാരണം ഈ 3 എണ്ണത്തിൽ ഒന്നാണായിരുന്നെങ്കിൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എന്റെ ഹസ്ബൻഡിനെ പ്രിയ മാതാപിതാക്കൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ കർത്താവ് എന്നെ കുറിച്ച് ഉദ്ദേശിച്ചത് കർത്താവിന്റെ വേല ചെയ്യണമെന്നാകിയാൽ ആദ്യമായി കാണാൻ വന്ന വ്യക്തിയാണ് പാസ്റ്റർ. അങ്ങനെ ഞങ്ങള് അതും വിശ്വാസമല്ല. കാരണം പാസ്റ്റർ ഇങ്ങനെ കയറി വരുന്നത്, പാസ്റ്റർ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് വരെ എന്റെ മമ്മിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കയറി വന്നപ്പോ മമ്മി എന്നോട് പറഞ്ഞു, ഇന്ന കളറിൽ ഇതില് കയറി വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതിനെ മറുതലിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പം അന്നേരം എങ്ങനെയാ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററുടെ മകനാണ്, എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ അമ്മ പ്രാർത്ഥിച്ച് തന്നതാണ്, അതുകൊണ്ട് മറ്റൊരു കാര്യത്തിന് എനിക്ക് പോകാൻ പറ്റത്തില്ല, കർത്താവിന്റെ വേലയാണ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. എന്റെ മാതാവ് കണ്ട ദർശനവും ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് എന്നോട് എന്റെ മമ്മി ചോദിച്ചു, നീ സമ്മതിക്കുന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സമ്മതിക്കുന്നു. കർത്താവ് കൊണ്ടുവന്ന ആലോചനയെ ഒരിക്കലും തിരസ്കരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. അധികം അപ്പം PG ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. PG ചെയ്ത് അപ്പം ഇങ്ങനെ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, പുതിയ ശിഷ്യനരുത്, കാരണം പുതിയ വേലസ്ഥലം എടുത്തു വേണം കർത്താവിന്റെ വേല ചെയ്യാൻ എന്ന് പറയാൻ ഇടയായി തീർന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വേല ചെയ്യും. കാരണം അച്ഛനും ഒരുപാട് കഷ്ടത അനുഭവിച്ചതാണ്. അവര് 3 പെങ്ങന്മാർക്ക് ശേഷം ഒരു മോനുണ്ടായി. അവരെ 3 പെൺപിള്ളേരെ പഠിപ്പിച്ച് കെട്ടിച്ച്, അങ്ങനെ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, വസ്തുവില്ല, ഇഷ്ടംപോലെ ഉള്ളിടത്തു നിന്നായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവിടുത്തെ പപ്പ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പപ്പയുടെ ചേട്ടൻ ഇങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെ ഒരു അനിയൻ എനിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പപ്പായെ ഇറക്കി വിട്ടു. അതിനുശേഷം ആണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒക്കെ പോയി ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു പപ്പയായിരുന്നു ഇവിടെ പാസ്റ്റർ പപ്പ. അങ്ങനെ അവിടെയും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് രണ്ടുപേരെയും ദൈവം ഒരുമിച്ച് ചേർത്തപ്പം പിന്നെ ഒരു പുതിയ വേലസ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തന്നെ ഇടയായിരുന്നു. അന്നേരത്തേക്ക് എനിക്ക് മൂത്ത മോളെ ഡെലിവറി ആയി. അവളെ 56 ദിവസമായി കുഞ്ഞ്.
ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് പുതിയ വേല സ്ഥലമല്ല, കർത്താവെ തുടങ്ങി വെച്ചതിനകത്ത് ഞങ്ങൾക്ക് ചെന്ന് കയറത്തക്ക വേണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ പലർക്കും എഴുതി വെച്ച ഓർഡറുകൾ മാറ്റിയിട്ടാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറയുന്നത് ലാഹയാണ്, ശബരിമലയുടെ താഴെ. 4 വർഷക്കാലം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വിട്ടെ, കാരണം ഞങ്ങൾ തീരെ ചെറുപ്പമായിരുന്നു. ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു 6 മാസമെങ്കിലും തികയ്ക്കണേ എന്ന് പറഞ്ഞു വിട്ട അവിടെ 4 വർഷത്തോളം കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടെയും കുടുംബങ്ങളൊക്കെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. ആ കടന്നുപോയ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരിതാണ്. കാരണം ഞങ്ങള് താമസിക്കുന്നത്, പപ്പയൊക്കെ താമസിക്കുന്ന ആ സമയത്ത് ശുശ്രൂഷ ചെയ്യുന്നത് തുലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരു വനമാണ്. ലാഹയ്ക്കോട്ട് വരുമ്പോഴത്തേക്കും വനത്തിനകത്തൂടെ വേണം കയറി വരാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് 2 വീലർ ഇല്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെങ്കിൽ വണ്ടി ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അവിടോട്ട് അങ്ങനെ ബസ്സില്ല. അപ്പൊ ഞങ്ങൾക്ക് ചർച്ച് പറഞ്ഞ് ആ ദിവസങ്ങളിൽ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോവുകയും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. അപ്പൊ അതിന് ഓയിൽ മാറണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ ഇതൊന്നും അറിയില്ല. പെട്രോൾ ഒഴിക്കണം, ഓടിക്കണം, ഇത്ര മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ വണ്ടി എടുത്ത് ഞങ്ങൾ പോകുമ്പം ആന ഇറങ്ങുന്ന കാടാണ്. ഞങ്ങൾ ഒരു 8 മണി ആയപ്പോഴത്തേക്കാ പോകുന്നത്. അപ്പൊ ചെറിയ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ കേറിപ്പോയി ഒരു നല്ല വനത്തിനിടയിൽ വന്ന് കയറ്റത്ത് വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി അങ്ങ് ഓഫായി. ഞാൻ സാരിയൊക്കെ എടുത്ത് കുഞ്ഞിനെ ഏണയിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിരിക്കുക. എനിക്കറിയില്ല വണ്ടിയൊക്കെ, ബൈക്കിൽ ഞാൻ അങ്ങനെ കേറിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന് മുമ്പ് വണ്ടിയില്ല, പപ്പയ്ക്കില്ല, ആർക്കും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞിരുന്ന് ഒരു തോളത്ത് ബാഗ്, കുഞ്ഞിനെ ഇങ്ങനെ 56 ഇതായിട്ടുള്ളൂ, ഇങ്ങനെ മലത്തി എടുത്ത് ഇങ്ങനെ ചെരിഞ്ഞിരുന്ന് പോയി. കേറ്റത്തെത്തും വണ്ടി അങ്ങ് ഓഫായി പോയി. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഒരു മനുഷ്യൻ ആ വഴിയിൽ കൂടെ വരത്തില്ല. ഞാൻ വണ്ടിയെ ഇറങ്ങിയിട്ട് ഫാസ്റ്റ് ആവുന്ന പണി 18 നോക്കിയിട്ട് വണ്ടി ജമ്മന്റെ കാലം സ്റ്റാർട്ട് ആകത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവെ, ഞങ്ങള് ചാർജ് എടുക്കാൻ പോകുന്ന ദിവസമാ, എങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവെ, ദൈവനാമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ഞങ്ങളെ ലജ്ജിപ്പിക്കരുത്, ഞങ്ങൾ ഈ വനത്തിനകത്ത് കൊടും വനത്തിൽ ഞങ്ങൾ എത്തിച്ചെയ്യും എന്ന് ചോദിച്ച് കുറച്ചു നേരം വണ്ടിയുടെ മേളിൽ കൈവച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. എനിക്കത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഞാൻ സ്തോത്രം പറയുന്നുണ്ട്. എന്ത് വന്നാലും സ്തോത്രം പറയണമെന്ന് മമ്മി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്തോത്രം പറഞ്ഞു. കർത്താവെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന് ഫാസ്റ്റ് വണ്ടിയുടെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി അങ്ങ് സ്റ്റാർട്ടായി. പിന്നെ ഞങ്ങൾ ഒരിടത്ത് നിർത്തിയില്ല. പിന്നെ ഇത് സ്റ്റാർട്ട് ആയതിന്റെ സന്തോഷത്തില് വേഗത്തിൽ മുന്നോട്ട് പോയി. അപ്പം ഒന്നാമത് ലേറ്റ് ആയി. അവിടെ ഭയങ്കര ഒരു അച്ചായനുണ്ട്, കറക്റ്റ് ടൈമിങ്. അപ്പം ആദ്യമായിട്ട് നമ്മളൊരു പേരുദോഷം കേൾപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ വേഗത്തിൽ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 4 വഴി കിടക്കുക. നിലയ്ക്കലോട്ട് പോകാനുള്ള വഴി, ആങ്ങമൊഴിക്ക് പോകാനുള്ള വഴി, ഞങ്ങൾ കയറി വന്ന വഴി, ലാഹയ്ക്ക് പോകാനുള്ള, ഏത് വഴിക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം വണ്ടി ഇതായതിന്റെ ടെൻഷനിൽ ഞങ്ങൾ വഴിയുടെ ഇതൊന്ന് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ആ സമയത്ത് അതില് ആരും വരുന്നതല്ല. ആ സമയത്ത് ഒരു 4 വീലർ, ഒരു കാറുകാരൻ അവരെ വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എങ്ങോട്ടാണ് ലാഹയ്ക്ക് പോകാനുള്ള വഴി. അപ്പൊ ഇച്ചിരി മേളിലോട്ട് കയറുന്നില്ല, അവരിങ്ങനെ താഴോട്ട് കാണിച്ചു. ഞങ്ങൾ വിചാരിച്ചു താഴെ ആങ്ങമൊഴിക്കുള്ള വഴിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആങ്ങമൊഴിക്ക് പോയി. ഇവര് പറഞ്ഞു, പിന്നെ ഒന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ നോക്കിയപ്പോ ഈ കാറുകാർ ഞങ്ങളുടെ പുറകെ വരുക. അപ്പൊ ചെറുപ്പക്കാരല്ല. അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു, അച്ഛാ അവരാണ്ട് പുറകെ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോ ഇവര് ഓണടിച്ച് ഞങ്ങളുടെ പുറകെ വനത്തിനകത്തൂടെ. എന്ത് സംഭവിക്കാം, നമ്മൾ വാർത്തകളൊക്കെ കേട്ടു, പേടി കൊണ്ട് എന്ത് സംഭവിക്കാം. പാസ്റ്റർ 100 പാസ്റ്റർ വിടുക, അതിന്റെ പുറകെ അവര് ഓണടിച്ചുകൊണ്ട്. അവസാനം അവര് കയറി ക്രോസ് ഇട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴി തെറ്റാ, ഇതിലെ പോയി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റത്തില്ല, ഞങ്ങളുടെ പുറകെ വാ എന്നും പറഞ്ഞ് അവര് ഞങ്ങളെ ഞങ്ങൾക്ക് ചെല്ലേണ്ടടത്ത് ഞങ്ങളെ കൊണ്ട് വഴി തിരിച്ചു വിട്ടു. അങ്ങനെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ചാർജ് എടുക്കേണ്ട സഭയിൽ ദൈവം ഞങ്ങളെ കൊണ്ട് എത്തിച്ചെന്നുള്ളതാണ്. ദൈവത്തെ എവിടുന്ന് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികളാണ്. അത് കഴിഞ്ഞ് ഓരോ അനുഭവങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ കുടുംബജീവിതത്തിൽ വന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രവേശിച്ചതിന് ശേഷം ഈ നിമിഷം വരെ കർത്താവിന്റെ കൃപയാൽ മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്, വിശ്വാസത്താൽ മാത്രം. ഇന്ന് ഞങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടോ ഞങ്ങൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് തരും. അങ്ങനെയാണ്. കാരണം അധികം തന്നിട്ട് ദൈവത്തെ നിന്ദിപ്പാനും ഒന്നുമില്ലായ്മ കർത്താവിനെ ദൂഷിപ്പാനും ദൈവം ഇതുവരെ അവസരം ഒരുക്കിയിട്ട് ദൈവം ഞങ്ങൾക്ക് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ് വഴി നടത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നു ചാർജ് എടുത്തു. 6 മാസം എന്ന് പറഞ്ഞെടുത്ത് 4 വർഷക്കാലം കർത്താവിന്റെ വേല അവിടെ ചെയ്യാനിടയായി തീർന്നു. ഇതിനിടയിൽ പല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വന്ന പല അച്ഛന്മാർ ഇപ്പൊ പോകും എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അവരവിടെ പിടിച്ചു നിർത്തി. അങ്ങനെയാണ് അവിടെ അത് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മണക്കയത്ത് വന്നു. പിന്നെ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ വന്ന്
കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ. അതുപോലെ ഞാൻ മൂത്ത മോള് 3.5 വയസ്സായിട്ട്, രണ്ടാമത്തെ മോള് പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ നല്ല ദൂരമാണ് താമസിക്കാനായിട്ട്. ഞങ്ങൾക്ക് വീടുകളൊന്നും അവിടെ റാഹേലൊന്നും അങ്ങനെ കിട്ടത്തില്ല. കൂടി വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് കേറി വരുമ്പം ഞങ്ങളുടെ മുമ്പിൽ ഒരു KSRTC പോകുന്നുണ്ട്. ആ KSRTCക്ക് അതിന്റെ ഫ്രണ്ടിൽ വരുന്ന KSRTC ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ലേറ്റ് ആവും. കാരണം ഒത്തിരി കുമ്പളാമ്പയ്യല്ല ഞങ്ങൾ അന്ന് താമസിക്കുന്നത്, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ലാഹേല്. ലേറ്റ് ആവുന്നതിന് ഇച്ചിരി സ്പീഡിൽ അങ്ങോട്ട് വിടുകയും ഓപ്പോസിറ്റ് ഒരു KSRTC വന്ന് തൊട്ടില്ലെന്ന് പറഞ്ഞത്. അതിന്റെ കാറ്റ് ഇങ്ങനെ വീശത്തക്ക വിധത്തില് അന്ന് അതിന്റെ അടിയിൽ അരഞ്ഞു പോകേണ്ടതായിരുന്നു. ദൈവം ഞങ്ങളെ അവിടെയും അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോ ഞങ്ങൾ നോക്കിയപ്പം ലാഹ വനത്തിനകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാം. മുന്നോട്ട് നോക്കിയപ്പം ഒരു റബ്ബർ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ ചെരിഞ്ഞു വരിക. അതിന്റെ തൊട്ടടുത്ത് എത്താറായി. ഇച്ചിരൂടെ സ്പീഡിലായിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഇതിൽ വീണു. അന്നേരം ഓപ്പോസിറ്റ് വന്നത്, ദൈവം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഞങ്ങൾക്ക് പത്തനാപുരത്തായിരുന്നു എന്നെ കെട്ടിച്ചോണ്ട് വന്നത്. അവിടെ ഒരു 6 സെന്റ് സ്ഥലമായിട്ട് അത് പപ്പയെ സംബന്ധിച്ച്, പപ്പ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു വീടില്ലായിരുന്നു. അങ്ങനെ വാടക വീട് അന്വേഷിച്ച് വന്നപ്പോൾ വാടക വീടിന് താക്കോല് വരെ വാങ്ങിച്ച് അടുത്ത ദിവസം സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയ ഇടത്തുനിന്ന് വിളിച്ചാണ് 2.5 ലക്ഷത്തിന് ഇവർക്ക് 6 സെന്റ് സ്ഥലം പത്തനാപുരം ടൗണില് 2.5 ലക്ഷത്തിന് 6 സെന്റ് സ്ഥലം ഒരു വീടും കൂടെ ദൈവം കൊടുക്കാനിടയായി തീർന്നു. അപ്പൊ ആ വീട്ടിലോട്ടാണ് എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പത്തനാപുരത്ത് താമസിച്ചുകൊണ്ട് റാന്നി കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പോയി വീട് നോക്കാൻ പറ്റാത്തത്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾക്ക് ആ വസ്തു വിറ്റിട്ട് ഞങ്ങൾക്ക് റാന്നിയിൽ വസ്തു വാങ്ങാൻ ദൈവം ഇടയാക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ 6.5 സെന്റ് സ്ഥലം വസ്തു വിറ്റിട്ട് ഞങ്ങൾ റാന്നി വന്ന് 8 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ വസ്തു വിറ്റ് അവിടെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. വഴിയുടെ പ്രശ്നങ്ങൾ. ഞങ്ങൾ മറ്റൊന്നും നോക്കിയില്ല. കർത്താവിൽ ഞങ്ങൾക്ക് പോകാനും വരാനുമുള്ള ദൈവവേലയ്ക്ക് വേണ്ടി പോകാനും വരാനുമുള്ള ഭാഗം മാത്രമേ നോക്കുള്ളൂ. പക്ഷെ തൊട്ടപ്പുറത്തൊരു ഹിന്ദു കുടുംബമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ കടന്നു പോകേണ്ടി വന്നു. പലവിധമായ പ്രയാസങ്ങൾ അതിനെ അഭിമുഖീകരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ, അപ്പൊ പലരും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൊടുത്ത പൈസ പോലും നിങ്ങൾക്ക് ഈ വസ്തുവിന് തിരിച്ചു കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ മണ്ടത്തരം കാണിച്ചേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മണ്ടത്തരം കാണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് ടൗണിൽ കിടന്ന ഞങ്ങളുടെ വസ്തു വിറ്റ് ഞങ്ങൾ ഇവിടെ വന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്. ഇതിനകത്തൊന്നും രക്ഷിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് ഞങ്ങൾക്ക് പറയുവാനിടയായി. അങ്ങനെ 21 ദിവസം ഞങ്ങൾ രണ്ടുപേരുടെ ഉപവാസം തീരുമാനിച്ചു. ചർച്ചിൽ പോവും. മിക്കവാറും പ്രാരംഭ സമയങ്ങളിലൊന്നും ആരും വരത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, തിരിച്ച് വീട്ടിൽ വരും. അന്ന് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് മോതിരവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. റാന്നിന്ന് ഞങ്ങൾ അവിടെ പോകും, തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വരും. വൈകിട്ടും പോകും, തിരിച്ച് വീട്ടിൽ വരും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ ദിവസം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഈ ഉപവാസം 21 തീരുന്നതിന് മുമ്പ് ഈ വസ്തു വിൽക്കാൻ ഇതിന്റെ അഡ്വാൻസ് കർത്താവ് നിന്റെ കരത്തിൽ കൊണ്ടുതരും. 21 തീരുന്നതിന് മുമ്പ് നിന്റെ വസ്തു വിറ്റിരിക്കുമെന്ന്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മള് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എന്നാലും ഞാൻ പറഞ്ഞു, അച്ഛാ മമ്മി എപ്പോ ഉണ്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ മമ്മിയുണ്ട്, അച്ഛന്റെ മമ്മിയുണ്ട്. അപ്പൊ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി 21 ദിവസം തീരുന്നതിന് മുമ്പ് ഈ വസ്തുവിന്റെ വിഷയത്തിൽ മറുപടി ദൈവം തന്നെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാണ്ട് 15ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ആ വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട്, ആ വസ്തു വാങ്ങിക്കുന്ന ഒരാൾ കൊണ്ടത് 5 ലക്ഷം രൂപ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ വസ്തു ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ കൊടുത്ത പൈസ കിട്ടത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച സമയത്തേക്കാൾ 50,000 രൂപയും കൂടെ കൂട്ടി ആ വസ്തു വിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ദൈവം കൃപ തന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുത്തെ ട്രാൻസ്ഫർ ആയി. ഞങ്ങൾ മോതിരവയലിൽ 4 വർഷം ഇരുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് മാറുകയും വേണം, ഈ വസ്തു വിൽക്കുകയും വേണം. അതിനു വേണ്ടി മാത്രം ദൈവം ഞങ്ങളെ അവിടെ താൽക്കാലികമായി പാർപ്പിച്ച ഒരിടമായിരുന്നത്. ഞങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയി, ആ വസ്തു ഞങ്ങൾക്ക് വിറ്റു. അടുത്തത് ഞങ്ങൾക്ക് എവിടെ വസ്തു വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. അപ്പം പാസ്റ്ററെ കുറിച്ചുള്ള ദൈവിക ആലോചന എന്ന് പറഞ്ഞാല്, 2 കണ്ണും കാണാൻ വയ്യാത്ത ഒരു ദൈവദാസി പാസ്റ്റർ +2 പഠിക്കുമ്പം ഇപ്രകാരം പാസ്റ്റർ വീട്ടിൽ ഇങ്ങനെ ദൈവദാസിക്ക് ദൈവം ആലോചന കൊടുത്തു, നിന്റെ അപ്പന്റെ നാട്ടിൽ നിന്നെ കൊണ്ടെത്തിക്കുമെന്നും അതുപോലെ തന്നെ നിനക്ക് ശുശ്രൂഷ ദൈവം നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പാസ്റ്ററോട് പ്രവചിക്കാനിടയായി തീർന്നു. അവരോട് ദർശനത്തിൽ അവർക്ക് വെളിപ്പെട്ടു. അവർ ആദ്യത്തെ ഒരു വട്ടം പറഞ്ഞില്ല, രണ്ടാമതും പറഞ്ഞില്ല. കാരണം 2 കണ്ണും കാണാൻ വയ്യ, അവരെ ഒരാൾ കൊണ്ടുവരണം. മൂന്നാമത്തെ വട്ടം ദൈവം പറഞ്ഞു, ഈ ദൂത്
ഈ സാമിനോട് പറയാതെ നിനക്ക് ഇനി ഞാൻ ഒരു വെളിപ്പാട് തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധത്താൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് ഒരു സഹോദരിയും കൂട്ടി പപ്പ മമ്മിയുടെ ഒക്കെ അടുത്ത് വന്നിട്ട് അച്ചാച്ചനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്കിനി നിന്നോട് ഞാൻ ഇനി ഈ ദൂത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇനി അടുത്ത ഒരു ദൂത് ദൈവം തരത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങള് അച്ഛനോട് പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. അതില് കുറെ കാര്യങ്ങളുണ്ട്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കാൻ തക്കണം ഇടയായി തീർന്നു. അപ്പോഴെല്ലാം ഈ ദൂത് ഞങ്ങൾ ഓർക്കും. ദൈവമേ, കർത്താവ് എത്ര കാര്യമായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ദൂതില് വിശ്വസിച്ചു. കാരണം ഈ ദൂത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ സംഭവങ്ങളും ഈ പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും കർത്താവിന്റെ വേല നീ ഇട്ടിട്ട് പോകരുത്. ഈ ഒരു വാക്ക് എപ്പോഴും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രയാസങ്ങളും വരും, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതാ ഓർക്കുന്നത്, ഈ ദൂത് ഓർക്കും. ഈ ദൂത് ഓർത്തിട്ട് പറയും, കഷ്ടത വരുമ്പോ ഇട്ടേച്ച് പോകരുതെന്നല്ലേ പറഞ്ഞേ, പിടിച്ചു നിൽക്കാം. ആ ഒരു ദൂത് അന്ന് ദൈവം തന്നതുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പം കാത്തു വെച്ചേക്കാം എന്ന് ചിന്തിച്ചപ്പം ഈ ദൂത് ഞങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ഞങ്ങള് മുന്നോട്ട് പോയി. ഈ ദൂതന്റെ ഒരു ഭാഗമാണ് നിന്റെ അപ്പന്റെ നാട്ടിൽ ഞാൻ നിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. അങ്ങനെ റാന്നിയിലെ വസ്തു അവിടെ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഞങ്ങളെ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ ദൈവം അവിടെ എന്ന് പറയുന്നത് ഒരുക്കി. അത്ര മാത്രമേ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങള് അയിരൂര് തടിയൂര് അവിടെയാണ് പപ്പായുടെ കുടുംബം ഉള്ളത്. അവിടെ ഞങ്ങക്ക് ഉപ്പാപ്പന്റെ വസ്തു ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടെ ലഭിക്കാൻ സാമ്പത്തികം കൊടുത്തു. എന്നാലും അവിടെ ഞങ്ങൾക്ക് വസ്തു ലഭിക്കാനും ഒരു ചെറിയ വീട് അവിടെ പണിയുവാനും തക്കോണം ഇവിടെയായി തീർന്നു. ഞങ്ങളുടെ മാതാവ് അവിടെ ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എത്രത്തോളം എത്തി. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മോള് ആഷ്ലിൻ അന്നാസം, അവള് 10ൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. കുഞ്ഞ് 7ൽ പഠിക്കുന്ന സമയത്താണ്. കുഞ്ഞിന്റെ പേരാണ് അനറ്റ് അന്നാസാം. ഞങ്ങളിങ്ങനെ വലിയ കുഴപ്പമില്ല, മന്ദമായി കാറ്റ് വീശുന്നു, കാര്യമെല്ലാം സാധിച്ചു എന്നുള്ള വിധത്തില് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനർത്ഥം നേരിടുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അത് വിടുതലാക്കി ദൈവം മാറ്റിയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞങ്ങളുടെ കർത്താവ് ഇങ്ങനെയായിരുന്നു ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കുഞ്ഞിന് സ്കൂളിൽ കടന്നു പോയതാണ്. അവളുടെ അനുഭവം അവൾ പറയും. ഞാൻ ഒന്ന് തുടങ്ങി വെക്കുന്നു മാത്രം. 2025 ജനുവരി മാസം 1-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തില് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസരം കടന്നു വന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ ന്യൂ ഇയറിന്റെ ഉപവാസ പ്രാർത്ഥന കാര്യങ്ങള് ഞങ്ങൾ നല്ല എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു 3 ദിവസം ചർച്ചിൽ ഉപവാസമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇവൾക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ച് ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. രാവിലെ ഞങ്ങൾ കർത്താവിന്റെ വേല ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. രാത്രി 10 മണിയാകുമ്പോഴേ തിരിച്ചു വരുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ പോലും വരത്തില്ല. ഞങ്ങൾ ചർച്ചിൽ തന്നെ. അങ്ങനെ വന്നു. ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പം അവളുടെ ശരീരം ഫുള്ള് ഇവർക്ക് ചുമയായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ചുമ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു. 2-3 ദിവസം മരുന്ന് കഴിച്ചു. 3-ാമത്തെ ദിവസം മൂത്ത മോള് ഫോട്ടോ എടുത്ത് വിടുന്നു. ഞാൻ നോക്കിയപ്പോ കുഞ്ഞാകെ പ്രാകൃത രൂപം പോലെ ആകുന്നു. കാരണം ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ചൊറിഞ്ഞ് അവളുടെ മുഖം എല്ലാം അങ്ങ് തടിച്ച് വല്ലാത്തൊരു ഇതില്. എനിക്ക് കണ്ടപ്പോ വല്ലാത്ത ഭയം തോന്നി. കർത്താവെ, എന്താ ഇത്? കർത്താവെ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ചിനകത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വണ്ടി എടുത്ത് വീട്ടിലോട്ട് വന്ന് അന്ന് രാത്രിയിലെ ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരത്തേക്ക് മോള് മുതൽ ചൊറിഞ്ഞ് കാലിന്റെ പാദം വരെ ആയി ചൊറിച്ചിൽ. എന്നിട്ട് ചൊറിഞ്ഞ് മാറുന്നില്ല. വല്ലാത്തൊരു ഒരു ഇതായി കുഞ്ഞ്. അങ്ങനെ ഞാൻ വിചാരിച്ചു മരുന്നിന്റെ അലർജി ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട കാണിച്ചു. അവര് അലർജിയുടെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് 2 ദിവസം വീണ്ടും ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു. ന്യൂ ഇയറിന്റെ അന്ന് പോയി. 1-ാം തീയതി രാവിലെ കുഞ്ഞു സ്കൂളിൽ പോയി. ഒരു കുഴപ്പവും ഇല്ല. ചെറിയൊരു ചുമയുണ്ട് എന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. സ്കൂളിൽ പോയി തിരികെ വന്ന വഴിക്ക് സ്കൂളിൽ പോയി പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാൽ അവൾക്കൊരു ഇടയ്ക്കൊരു മയക്കം ഉണ്ടായിരുന്നു. ആള് സ്കൂളിൽ നല്ല ആക്റ്റീവാ. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു മയക്കം വന്നു. തിരികെ വന്ന വഴിക്ക് ഫാസ്റ്റർ വണ്ടിയിലിരുന്ന ഇങ്ങനെ മയങ്ങി. സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് ഇങ്ങനെ മയങ്ങിപ്പോയി. മൂത്ത മോള് ഏറ്റവും പുറകിലിരിപ്പുണ്ട്. ഇവരിങ്ങനെ തട്ടിയിട്ട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല പപ്പ, ഞാനൊന്ന് മയങ്ങി, എനിക്കൊരു മയക്കം പോലെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ആ വരവ് വീട്ടിൽ വന്ന് കയറി ബെഡിൽ കിടന്നു. ഞാൻ ചായ എടുത്തു വെച്ചു. പക്ഷെ ചായ കുടിക്കുന്നതിന് മുമ്പ് ഇവൾക്ക് ഉറങ്ങി. ആ ഉറങ്ങി ഇങ്ങനെ ഉറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങൾ 4 പേരും വർത്താനം പറഞ്ഞോണ്ടിരിക്കും. അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ ക്രിസ്മസിന്റെ എക്സാം കഴിഞ്ഞതിന്റെ പേപ്പറൊക്കെ കിട്ടി മാർക്കുകളൊക്കെ പറഞ്ഞ് മൂത്തയാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ആള് ഇങ്ങനെ ഉറങ്ങുന്നത്. അപ്പൊ ഇവളുടെ മാർക്കോ കാര്യങ്ങളോ ഒന്നും എന്നോട് പറഞ്ഞില്ല.
ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം വായ്പോട്ട വിടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കി സെക്കൻഡുകൾ കഴിഞ്ഞ് മിനിറ്റുകളായിട്ട് കുഞ്ഞിന്റെ വായ അടയുന്നില്ല. ഈ ഒരു സൈഡ് ഫുള്ള് കോടാൻ തുടങ്ങി. ഇവിടെ മുതൽ ഇങ്ങനെ കോടി 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 ഒരു വല്ലാത്ത പ്രാകൃത രൂപത്തിലേക്കാവുന്നു. എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഞാൻ ഓടിപ്പോ കോരി എടുത്ത ഞാൻ വിളിച്ചു, അച്ഛാ മമ്മി എല്ലാം വന്ന് എല്ലാരും വന്ന് അങ്ങ് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യാത്തൊരു കോരി എടുത്ത് ഞാൻ ഇങ്ങനെ തട്ടി. മോനെ എന്റെ കുഞ്ഞ് അപ്പോഴത്തേക്ക് കണ്ണും അങ്ങും ഇതായി. ഒരു സൈഡ് ഫുള്ള് കാലും കൈയും മൊത്തം കോടി 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 ഇങ്ങനെ അങ്ങ് പോയി. ഇങ്ങനെ കോടിപ്പോയി കോരിയെടുത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കൈ അങ്ങ് നിവർന്ന് കാല് നിവർന്ന് കൈയും കാലും മടങ്ങത്തില്ല. അതിനകത്ത് കിടന്ന് അലറി വിളിക്കുവോ ഞങ്ങള്. അപ്പത്തേക്ക് മൂത്ത മോള് തൊട്ടപ്പുറത്ത് ഒരു അച്ഛനും ഫാമിലിയെ താമസിക്കുന്നത്. മൂത്ത മോള് ഓടി ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇതുപോലെ ആ കൊച്ചിന് വയ്യാന്ന് പറഞ്ഞു. അച്ഛൻ വണ്ടി എടുത്തോണ്ട് ഓടി വന്നപ്പോഴത്തേക്കും ഒരിച്ചിരി താഴെയാ ഞങ്ങളുടെ വസ്തു. റോഡിലോട്ട് വണ്ടി കയറ്റണമെങ്കിൽ ഒരിച്ചിരി ബുദ്ധിമുട്ടാ. അപ്പം ഇവൾക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇവളെ എടുത്തുകൊണ്ട് പാസ്റ്റർക്ക് വണ്ടിയെ എടുക്കാനും പറ്റത്തില്ല. എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു ആര് പറഞ്ഞെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അലറിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് സഹോദരന്മാര് എവിടുന്നാന്നറിയത്തില്ല, പേര് വന്ന് ഒരാള് രണ്ട് കയ്യിലും പിടിച്ച് ഒരാള് രണ്ട് കാലിലും പിടിച്ച് പാസ്റ്റർ വണ്ടി റോഡിലോട്ട് കയറ്റുന്ന നേരത്തിന് ഇവര് രണ്ടുപേരൂടെ കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയെ ഡോറ് തുറക്കേണ്ട താമസം വണ്ടിക്കകത്ത് കുഞ്ഞ് കയറി കഴിഞ്ഞു. ഇതൊക്കെ എപ്പോ സംഭവിച്ചു എങ്ങനെയൊന്നും അറിയത്തില്ല. എന്താന്ന് വെച്ചാൽ ഇവൾ വയ്യാതാകുന്നതിന് മുമ്പ്, അതായത് ഇവള് ശാരീരികമായി ക്ഷീണാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവളെ താങ്ങാൻ കട്ടിലേന്ന് എടുക്കാൻ കർത്താവ് വഴിയിൽ ആളെ നിർത്തിയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. നമ്മളത് അറിയുന്നില്ല. അപ്പം പെട്ടെന്ന് അപ്പം ഫാസ്റ്റ് 8 ഡ്രസ്സിലാണ്. ഞാൻ എന്നിട്ട് ആ ഫോൺ പോലും എടുത്തില്ല. ആരെയെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിൽ ഒരു ഫോൺ വേണം. പൈസയാണെങ്കിൽ ഒന്നും കയ്യിലില്ല. അന്ന് കിട്ടിയ ഒന്നും ഇല്ലാന്നല്ല, കിട്ടിയ സ്വത്രാഴ്ച എനിക്ക് തോന്നുന്നു 2000 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അതുപോലും എടുത്തില്ല. ഞാനും അത് എടുക്കാതെ പോയത്. ഈ ഫോൺ എടുക്കാൻ തരുന്ന നേരത്തിന് കുഞ്ഞിന്റെ കണ്ടീഷൻ മോശമായി. മൂത്തയാള് കയറി വണ്ടിയെ ഇരുന്ന് ഇവര് രണ്ടുപേരുടെ പെട്ടെന്ന് വണ്ടി വിട്ടങ്ങ് പോയ വഴിക്ക് കുഞ്ഞിന് സീഷർ അടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ അറിയുന്നില്ല. കണ്ടിന്യൂസ് ഇങ്ങനെ ഇതാക്കി. ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല. മൂത്ത മോള് വണ്ടിയെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പം പപ്പ പറയുന്നുണ്ട്, മോനെ നീ ബഹളം വെക്കല്ലേ, പപ്പ വണ്ടി ഒന്ന് ഓടിച്ചങ്ങോട്ട് ചെന്നോട്ടെ, നീയും കൂടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കേറി വന്നപ്പോഴത്തേക്കും ഇവര് പോയി കഴിഞ്ഞു. പിന്നെ അച്ഛനാണ് എന്നെ ഹോസ്പിറ്റലുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ പോയെന്ന് എനിക്കറിയത്തില്ല. ഇവരെ വിളിക്കാൻ പോണുമില്ല. എന്ത് ചെയ്യൂന്ന് അറിയത്തില്ല. ഇപ്പം പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, മുത്തൂറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരിക്കലും കേറ്റത്തില്ല. അതെനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം പൈസ കയ്യിലില്ലല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങി വരും? അതുകൊണ്ട് ഗവൺമെന്റില്ല. പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, അല്ല ഇവിടായിട്ടായിരിക്കും പോയി. ഞാൻ പറഞ്ഞു, അല്ല അച്ഛാ, ഒരിക്കലും അങ്ങോട്ട് പോകത്തില്ല, ഗവൺമെന്റിലാന്ന് പറഞ്ഞിട്ട് അച്ഛനും അച്ഛന്റെ ഒരു മോനും ഉണ്ട്. അച്ഛൻ എന്റെ കൂടത്തിൽ വന്ന് മോനും കൂടെ വന്നിട്ട് ഞങ്ങൾ അനറ്റിനെ തപ്പുക. അപ്പൊ അവര് പറഞ്ഞു ഗവൺമെന്റ്, അവര് പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ആരുടെ കയ്യിൽ നിന്നോ ഫോൺ വാങ്ങിച്ച് പാസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങള് മുത്തൂറ്റ. അപ്പൊ ഞാൻ ചോദിച്ചു, മുത്തൂറ്റ് കൊണ്ടുപോകത്തക്ക വിധത്തിൽ എന്താ പറ്റിയേ എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ചീട്ടെടുക്കാൻ പോലും കൈ കാശില്ലാതെ ചെന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അവിടെ ചെന്ന് ചീട്ടെടുക്കാം അവര് പറഞ്ഞു. അപ്പൊ കുഞ്ഞിനെ നേരെ ഐസിയുലോട്ട് കയറ്റി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ട കുഞ്ഞിനെ പിന്നെ ഞാൻ കാണുന്നില്ല, എന്നെ കാണിക്കുന്നില്ല. പിന്നെ നേരെ ഐസിയുലോട്ട് അങ്ങ് കയറ്റിയേക്കുക. അപ്പൊ അവര് പറഞ്ഞു ചീട്ടെടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ചീട്ടെടുക്കാൻ കൈ കാശില്ല, എന്ത് ചെയ്യും? അന്നേരം ഇത് എന്റെ മനസ്സിലുണ്ട്. ഞാൻ ചീട്ടെടുക്കാൻ അവിടെ പോയി നിന്നു. കാരണം പിന്നെ അന്നേരം കൊടുക്കാം എന്ന് പറയാൻ വേണ്ടിട്ട് അവിടെ ചെന്നപ്പം അച്ഛൻ 10,000 രൂപ എടുത്ത് എന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, തൽക്കാലം ഇത് കയ്യിലിരിക്കട്ടെ, ഇനി ആവശ്യം വരുമ്പം പറഞ്ഞാൽ മതി എന്ന് പറയാനിടയായിട്ട് ഞാൻ ആ പൈസ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ധൈര്യമായി. കാരണം ചീട്ടെടുക്കാലോ, എന്തെങ്കിലും പറഞ്ഞാലും കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ചീട്ടെടുക്കും. ചീട്ടാല് പേരെഴുതും. എന്റെ കൈ വിറയ്ക്കുക. എന്റെ കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ മറന്നു പോവുക. എന്റെ കൈ വിറയ്ക്കും, സ്പെല്ലിങ്. അപ്പൊ മൂത്ത മോള് പറഞ്ഞു, അമ്മ ഞാൻ എഴുതും. അവളെ കൊണ്ടും പറ്റുന്നില്ല. അപ്പം അവര് പറഞ്ഞു, ചേച്ചി പറ, ഞങ്ങൾ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം, എന്താ കണ്ടീഷൻ, മുത്തൂറ്റോട്ട് കൊണ്ടുവരത്തക്ക വിധത്തിൽ എന്നാ കുഞ്ഞിന് എന്നാ പറ്റിയേ എന്നുള്ളതൊന്നും അറിയാനുള്ള വെപ്രാളം. അവര് പിന്നെ എന്നിട്ട് അവിടെ നിന്ന് 1-2 പേർക്ക് അവര് ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനതൊന്നും മൈൻഡ് ചെയ്തു. മോളെ ഇച്ചിരി ഇങ്ങോട്ട് വന്നേ, മോളുടെ ഫേസ് കാണട്ടെ. ആ ഓക്കെ ഓക്കെ, ആ സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ അവര് അന്നേരം ഇങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചീട്ടും വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കും എനിക്ക് എന്റെ
ബലം മുഴുവൻ ക്ഷയിച്ചു. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം. ഞാൻ ഓടി ഐസിയുനകത്തോട്ട് കയറി. ഐസിയുനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പോലും അറിഞ്ഞില്ല ഞാൻ ഓടിച്ചെന്ന് കയറിയത്. ഞാൻ നോക്കിയപ്പോ എന്റെ കുഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞ് കിടപ്പുണ്ട്. ഇങ്ങനെ സീഷർ അടിച്ചോണ്ടിരിക്കും കണ്ടിന്യൂസ്. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിക്ക് 2-3 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും അങ്ങനെ സീഷർ അടിക്കത്തില്ല. പക്ഷെ 4.5 മണിക്കൂറാണ് എന്റെ കുഞ്ഞിന്റെ സീഷർ ഇങ്ങനെ അടിച്ചോണ്ടിരുന്നത്. അവര് പറഞ്ഞു കുഞ്ഞിന്റെ കണ്ടീഷൻ മഹാമോശമാ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അറസ്റ്റിലേക്ക് പൊക്കോണ്ടിരിക്കുക, നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങള് അവളെ കോമയിൽ, എന്നിട്ട് അവര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞ് വിഷം വല്ലതും കഴിച്ചോ, അവളെ പാമ്പ് കടിച്ചോ, അവിടെ തലയിടിച്ചോ, അവൾ വീണോ, എന്താ പറ്റിയത് നിങ്ങൾ പറ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, സ്കൂളിൽ നിന്ന് വന്നു കട്ടിലേ കയറി കിടന്നു എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇത്ര മാത്രം എനിക്ക് പറയാൻ, അത് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്റെ മൂത്ത കുഞ്ഞാ പറഞ്ഞു. ഇപ്പം ഇവരെല്ലാം എന്നെ മാറ്റി നിർത്തിയിട്ട് ദൈവം എന്റെ മൂത്ത കുഞ്ഞിന് ധൈര്യവും ബലവും കൊടുത്തു. പാസ്റ്ററെ എനിക്ക് അവിടെ ഒന്നും കാണാനില്ല, കാരണം പാസ്റ്റർ ഓടി നടക്കുക. ഓടി നടന്നിട്ട് അവിടെ മുത്തൂറ്റ് ഞങ്ങൾക്ക് ചികിത്സിക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞു എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കോട്ടയം ICH-ലോട്ടൊന്ന് ആക്കി തരാം. അവര് പറഞ്ഞു പറ്റത്തില്ല, ഈ കണ്ടീഷൻ ഞങ്ങൾ എങ്ങനെ കുഞ്ഞിനെ ആക്കും? 4.5 മണിക്കൂറായി. കുഞ്ഞൊന്ന് ഏതെങ്കിലും ഒരു മരുന്നിനോടൊന്ന് റെസ്പോണ്ട് ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മെഡിക്കൽ പരമായിട്ട് ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്നേരം അവര് പറഞ്ഞു ഞങ്ങൾ കോമയിലാക്കി കുഞ്ഞിനെ CT-യോ MRI-യോ എടുക്കാം, എന്താണ് അവളുടെ പ്രശ്നമെന്ന് ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ കോമയിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുള്ള വരവ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. പാസ്റ്റർ 2-3 തൊട്ട് ICU-നകത്ത് ചാടി കയറി. പാസ്റ്റർ കയറുന്നതിന് അവരൊരു സെക്യൂരിറ്റിയെ അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ നിർത്തി പിന്നെ പാസ്റ്റർക്കും കയറാൻ പറ്റാതായിപ്പോയി. അത് അവരുടെ കുഴപ്പമല്ല. ഈ അനറ്റ് അവിടെ ചെല്ലുന്ന സമയത്ത് വേറൊരു ആക്സിഡന്റ് കേസ് അവിടെ നടന്ന് അവരിങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ഡോക്ടേഴ്സ് എല്ലാം. അപ്പൊ അതിന്റെ ഒരു ടെൻഷന്റെ നടുവിലാണ് അനറ്റിനെ വയ്യാതെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നത്. 5 ഡോക്ടേഴ്സ് നിന്ന് ഇവളെ നോക്കിയിട്ട് ഇവളെ ഒന്നും ചെയ്യാൻ പറ്റാതെ കുറെ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഇതൊന്നും അവർക്ക് കേൾക്കുന്നില്ല. അവസാനം പ്രൊപ്പക്കോൾ കൊടുത്ത് മയക്കി. അപ്പം പാസ്റ്റർക്ക് അറിയാവുന്ന പലരെയും വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെങ്കിലും മുത്തൂറ്റൂന്നൊന്ന് ഇറക്കുക, പ്രൈവറ്റിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, സാമ്പത്തികമായിരുന്നു അന്നേരത്തെ വിഷയം. അപ്പം എങ്ങനെങ്കിലും പിന്നെ മുത്തൂറ്റൂന്ന് ഇറക്കി ICH കോട്ടയം പിള്ളേരുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ആക്കിയ അത്ര ഒരു ആശ്വാസം ഉണ്ടല്ലോ എന്ന് പാസ്റ്റർ നിർബന്ധം പിടിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവസാനം അവര് ഡാമ എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നുവിടും. അതിന് പിറകിൽ ഒത്തിരി പേരെ കൊണ്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു വിട്ടത്. അപ്പം എന്നോട് പറഞ്ഞു കുഞ്ഞിറങ്ങി വരുന്ന സമയത്ത് നീ ഇവിടെ ഇരിക്കണ്ട കേട്ടോ, നീ ആംബുലൻസിൽ പോയിരുന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതിനൊക്കെ എന്തുവാ എന്റെ കുഞ്ഞിനെ പറ്റിയേ? അന്നേരം പറഞ്ഞു അതെ, അവൾക്ക് ഒരു ചെറിയ പനിയുടെ ബുദ്ധിമുട്ടില്ല, അപ്പൊ ഇവിടെ നമുക്ക് സാമ്പത്തികം പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, പാസ്റ്ററിനോട് ഇത്രേ പറയുന്നുള്ളൂ, നമുക്ക് ഇവിടെ മുന്നോട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, നമ്മുടെ കയ്യിൽ എടുക്കാനില്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് അങ്ങ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ICH-ലോട്ട് കൊണ്ടുപോക്കളാൻ ഞാൻ അവരോട് ചോദിച്ചു വാങ്ങി. അങ്ങനെ എന്റെ നിർബന്ധപ്രകാരം അവര് കുഞ്ഞിനെ വിട്ടു തരുമോ, നീ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ച് എന്നെ ഞാൻ ഇങ്ങനെ എങ്ങനോ എന്നെ ഒരു യന്ത്രത്തെ തള്ളിക്കൊണ്ട് പോകുന്നത് പോലെ ഞാൻ പോയി ആംബുലൻസിൽ കയറിയിരുന്നു. ഞാൻ നോക്കിയപ്പം എന്റെ കുഞ്ഞിനെ അവരെങ്ങനെ കൊണ്ടുവന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഇപ്പോഴും. ആരെങ്കിലും അത്രമാത്രം ഒരു അവസ്ഥയില് ഫുള്ള് ഇതെല്ലാം ഇട്ട് അവളിട്ട യൂണിഫോമിൽ മാത്രം വന്ന് കയ്യിലും കാലിലും എല്ലാം മാസ്കും എല്ലാം വെച്ച് വെന്റിലേറ്റർ ട്യൂബ് എല്ലാം കണക്ട് ചെയ്ത് കുഞ്ഞിനെ കണ്ടപ്പോ എന്റെ സമനില തെറ്റിപ്പോയി. എനിക്കൊന്നും മിണ്ടാനില്ല, എന്റെ നാവ് ഇറങ്ങിപ്പോയി, എനിക്കൊന്നും പറയാനില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. വിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റാത്ത വിധത്തിൽ ഞാനായി. അങ്ങനെ അപ്പം അവര് പറയുന്നുണ്ട് മരുന്നൊന്നും കുഞ്ഞിന് ഏക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ഒരു ഉപകാരം ആ ഹോസ്പിറ്റലുകാർ ഞങ്ങളോട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞപ്പോ അവര് ICC വിളിച്ചിട്ട് പറഞ്ഞു 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. പക്ഷെ 12 വയസ്സും 6 മാസം ഉണ്ട്. 12 വയസ്സുള്ള കുഞ്ഞിനെ അവരെ എടുക്കത്തുള്ളൂ. ഇവർ 6 മാസം മറച്ചു വെച്ചിട്ട് പറഞ്ഞു 12 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, ഇവളുടെ പേരും ഹോസ്പിറ്റലുകാർ ഇവൾക്ക് വേണ്ടി ICH-ൽ ബെഡ് ബുക്ക് ചെയ്തു. ഇവിടെ വെന്റിലേറ്ററിന്റെ അത് ബുക്ക് ചെയ്തു. ഒറ്റ ബെഡേ ഉണ്ടായിരുന്നുള്ളൂ, അത് ബുക്ക് ചെയ്തിട്ട് അവർ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ മുത്തൂറ്റിന്ന് ഒരു ഡോക്ടറെ വിട്ട് ഒരു നഴ്സിനെ വിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര സപ്പോർട്ടീവും ആയിരുന്നു അവര്. എന്റെ ബ്രദർ ഒരു നേഴ്സ്, അവൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ ഡോക്ടർ അവിടം വരെയും ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പോയ വഴിക്ക് അവര് പറഞ്ഞു എത്രയും വേഗത്തിൽ നിങ്ങൾ ICH-ൽ എത്തിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല.
36 മിനിറ്റ് കൊണ്ട് കോഴഞ്ചേരിയിൽ നിന്ന് കോട്ടയം ICH ഹോസ്പിറ്റലിൽ ആ ആംബുലൻസ് എത്തി. അതിനിടയിൽ യാതൊരു അനർത്ഥമോ അപകടമോ ഒന്നും വരുത്താതെ കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ അവിടെ കൊണ്ടെത്തിച്ചു. അവിടെ ചെന്നു. അവര് പറഞ്ഞു ഇങ്ങനാണ്, വെന്റിലേറ്റർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് പോകും, കുഞ്ഞിന്റെ അറസ്റ്റിലേക്ക് പൊക്കോണ്ടിരിക്കുക, കുഞ്ഞ് പോകും എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് വെന്റിലേറ്റർ ഷിഫ്റ്റ് ചെയ്തു. അവിടുത്തെ വെന്റിലേറ്റർ കണക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു കുഴപ്പം അവർക്ക് ആ സമയത്ത് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നും ഇതാവും. അപ്പം 1 മണിക്കൂർ ഒറ്റ മണിക്കൂർ ഒരു ട്യൂബ് തെറിച്ചു പോകാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. അപ്പൊ ഇത് 1-ാം തീയതിയാ സംഭവിക്കുന്നത്. ജനുവരി 1-ാം തീയതി സംഭവിക്കുമ്പോ ഞാൻ കുഞ്ഞിന്റെ അടുത്ത് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുമ്പം, കാരണം ഒരു VIP സെറ്റിൽമെന്റിലാ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറുന്നത്. അതുപോലെ വിളിച്ചു പറഞ്ഞതും അല്ല. അപ്പൊ ഇവളുടെ കൂടത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ട്, അവളുടെ മമ്മി നേഴ്സാ. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര തിക് ഫ്രണ്ട്സാ. അപ്പൊ ഇവക്ക് എന്ത് സംഭവിച്ചാലും അവക്കറിയാം, അവക്ക് എന്ത് സംഭവിച്ചാലും ഇവക്കറിയാം. അപ്പൊ എന്റെ മൂത്ത മോൾ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, ക്രിസ്റ്റീന എന്നാ കുഞ്ഞിന്റെ പേര്, ക്രിസ്റ്റീനെ എടി അനുച്ചിന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ, അവൾ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ, അവക്ക് എന്തെങ്കിലും പറ്റിയോ, അവള് തലയടിച്ച് വീണോ? അവള് ചോദിച്ചു അതെന്താ ചേച്ചി അങ്ങനെ ചോദിക്കുന്നത്? എടി അവള് ICUല, വെന്റിലേറ്ററില എന്ന് മാത്രം പറ. ഇത് അവളുടെ അമ്മ അപ്പുറത്ത് നിന്ന് കേട്ടു. അപ്പൊ അത് അത്ര ഒരു ഫാമിലിയാ ഞങ്ങൾ, അതുപോലെ ഫ്രണ്ട്സാ. അപ്പൊ അതിന് ചോദിച്ചു അയ്യോ എന്തു പറ്റി എന്ന് ചോദിച്ചു. അവര് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പൊ ഇവള് പറഞ്ഞു അമ്മേ അനറ്റ് ICUല അമ്മേ, അനറ്റ് വെന്റിലേറ്ററിലാന്ന് പറഞ്ഞു. വാ വിട്ട് ക്രിസ്റ്റീനെ അങ്ങ് കരഞ്ഞു. ക്രിസ്റ്റീനെ കരഞ്ഞപ്പം അവളോട് അവളുടെ അമ്മ പറഞ്ഞൊരു കാര്യം, പെട്ടെന്ന് ഞങ്ങളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങൾ അവിടെ നിർത്തല്ലേ, നമുക്ക് ഇവിടോട്ട് കൊണ്ടുപോകാം, പെട്ടെന്ന് കോട്ടയത്തോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കോട്ടയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോട്ടയത്തോട്ട് കൊണ്ടുപോകാൻ അവര് പറഞ്ഞ അവരുടെ ഒരു മെയിൻ ഡോക്ടർ ഉണ്ടായിരുന്നു. അവരെയും വിളിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു അനറ്റ് ആരാ എന്തുവാന്നൊന്നും അറിയത്തില്ല. അപ്പം അവിടുത്തെ ഇൻചാർജ് ആയിരുന്നു ആ ഡോക്ടർ പറഞ്ഞു അനറ്റ് എന്ന് പറയുന്ന ഒരു മോൾ ഇപ്പൊ ഇങ്ങോട്ട് വരും, അവൾക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റിന്റെ വഴികളും നിങ്ങൾ ഒരുക്കിയാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കയറുന്നതും എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവളെ അങ്ങോട്ടാക്കി. 1-ാം തീയതി ആയപ്പം ഈ ഡോക്ടേഴ്സ് എന്റെ നേരെ, കാരണം അത്രയ്ക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് ഇവരിങ്ങനെ ഇവളെ തന്നെ നോയിക്കൊണ്ടിരിക്കുക. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ സ്വോത്രം ഇതെന്താതെ എനിക്കൊന്നും പറയാനില്ല, ശ്വാസം പോലും വിടാൻ മറന്നുപോയ നിമിഷങ്ങളായിരുന്നു അത് എന്റെ ജീവിതത്തില്. ഞാൻ ഇങ്ങനെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവര് പറയുന്ന എന്റെ ചെവി കേൾക്കുക, ഈ 1-ാം തീയതി തന്നെ ഈ കുഞ്ഞിന്റെ ഡെത്ത് എഴുതണമല്ലോ, ഈ രജിസ്റ്ററില് ഈ കുഞ്ഞിന്റെ ഡെത്ത് ഈ 1-ാം തീയതി എഴുതണമല്ലോ, അനറ്റിന്റെ പേര് എഴുതണമല്ലോ എന്നിങ്ങനെ അവര് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്കത് അത്രത്തോളം മനസ്സിലായില്ല. ഞാൻ അന്നേരം സ്വോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞു 1-ാം തീയതി കഴിഞ്ഞു, 2-ാം തീയതി ആയി. അനറ്റിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഞെട്ടല് പോലെ, സീസ്റ്റർ അടിക്കുന്നത് പോലെ ഉണ്ട്. ഇവര് ഓടി വരും, അതെല്ലാം കണക്ട് ചെയ്യും. ഞങ്ങള് ഇങ്ങനെ തലേ ദിവസം, അതായത് ഞങ്ങള് ബുധനാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് അനറ്റിനെ കിടത്തിയ ആ ബെഡില് ഒരു ആൺകുഞ്ഞ്, 11 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് അവിടെ മരിച്ചതാ. 1-ാം തീയതി ആയി. 2-ാം തീയതി ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൊച്ചു വന്ന് അനറ്റ് ഇങ്ങനെ കിടക്കുക. അനറ്റ് കിടക്കുന്ന തൊട്ടപ്പുറത്തെ ബെഡിൽ എന്റെ കൺമുമ്പിൽ ഒരു കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ഓർക്കും, കർത്താവ് എന്താ ഈ സംഭവിക്കുന്നേ എന്നിങ്ങനെ സ്വോത്രം ഇത് അപ്പോഴെല്ലാം എനിക്ക് സ്വോത്രമേ പറയാനുള്ളൂ. ആ കുഞ്ഞിന്റെ അമ്മ ഇറങ്ങിപ്പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചേച്ച് ഇറങ്ങിപ്പോയി. അതെന്നെ ഇപ്പോഴും വല്ലാണ്ട് എന്നെ വേദന, എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വോത്രം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, സാധാരണ അവിടെ ചെന്ന് കയറുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് ലെറ്റർ എഴുതി വായിക്കുക, മരിച്ചാലോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അവര് നമ്മളോട് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു ഇതില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പക്ഷെ അനറ്റിന്റെ കണ്ടീഷനിൽ ആ സമയത്തൊന്നും ഈ പേപ്പറുകൾ ഞങ്ങളോട് ചോദിച്ചില്ല, എഴുതിച്ചുമില്ല, ഒന്നും ഇടിയിച്ചില്ല. 1-ാമത്തെ ദിവസം കഴിഞ്ഞു. 2-ാം തീയതി ആയി. 2-ാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അനറ്റ് ഇങ്ങനെ അനങ്ങാതെ, ഇടയ്ക്ക് ഒരു അനക്കമുണ്ട്, ഇങ്ങനെ തന്നെ കിടക്കുന്നു. 3-ാം തീയതി ആയി. 3-ാം തീയതി ആയപ്പോഴത്തേക്കും അനറ്റിന്റെ ആ അനക്കം നിന്നു. കാല് കരിനീല കളറ്, 2 കാലും കരിനീല കളറായി. കൈ ഈ തളർന്നു കിടക്കുന്ന ആളുടെ കൈ പൊക്കി എങ്ങനെ താഴെ ഇട്ടു അതുപോലെ കുഞ്ഞിന്റെ കൈയുടെ അവസ്ഥ, ചലനശേഷികൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ചുണ്ടിന്റെ ഇത്രയും ഭാഗം, വായുവെല്ലാം കരിനീല കളറ്. ഇത് കണ്ടപ്പോ എനിക്ക് ആകെ ഒരു ഇത്, കർത്താവേ എന്താ ഈ സംഭവിക്കുന്നേ എന്നുള്ള പ്രതീക്ഷ. അപ്പം ഒരുപാട് മന്ത്രിമാര് വിളിക്കുന്നുണ്ട്, പാസ്റ്റേഴ്സ് വരുന്നുണ്ട്, സ്കൂളിലെ പ്രിൻസിപ്പൾ വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാരും വരുന്നുണ്ട്. അപ്പൊ അവരോട് പറയുമ്പം
അവരൊക്കെ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പം അവരോടൊക്കെ പറയുന്ന ഒറ്റൊരു കാര്യമാണ്, നോ ഹോപ്പ്. ഡോക്ടേഴ്സിന് ഇതേ പറയാനുള്ളൂ, നോ ഹോപ്പ്, ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഞങ്ങള് എന്താ പറയുന്നത്, അവര് കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല എന്നിങ്ങനെ പറഞ്ഞു. അവസാനം പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എല്ലാരും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരല്ലേ, എന്തെങ്കിലും ദൈവമല്ലേ പ്രവർത്തിക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങളോ ഇങ്ങനെ വിളിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയണേ, ആരെ കൊണ്ടാ വിളിപ്പിക്കുക. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ആരാ വിളിക്കുന്നേ, ആരെ കൊണ്ടാ വിളിപ്പിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്ക് ആ സമയത്ത് അറിയത്തില്ല. വല്ലാതെ പ്രഷർ ഇവരുടെ മേളിൽ ചെല്ലുമ്പോൾ ഇവർ അതിനനുസരിച്ചുള്ള കെയറിങ് കുഞ്ഞിന് കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ഒന്നാമത്തെ ദിവസമായി, രണ്ടാമത്തെ ദിവസം അപ്പൊ എല്ലാരോടും ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞ് രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ മരുന്ന്, പിന്നെ ഇനി അഥവാ ഇനി അവള് രക്ഷപ്പെട്ടാൽ തന്നെ ഒന്നെങ്കിൽ അവള് പാരലൈസ് ആയി പോകും, അല്ലെ മെമ്മറി ലോസ് സംഭവിക്കും, അതുകൊണ്ട് പഴയതുപോലെ നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ എന്നോട് ഇവിടെ നോക്കുന്ന ഒരു ഡോക്ടർ, ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്, അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, അനറ്റിന്റെ പഴയ ഫോട്ടോ ഒന്ന് കാണിക്കാവോ. അപ്പൊ അതിന് ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയപ്പോ ഇവിടെ എന്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, പക്ഷെ എന്റെ കൂട്ടത്തിൽ നിന്ന ഫോട്ടോ പെട്ടെന്ന് എന്റെ കയ്യിലോട്ട് കിട്ടിയേ. അതെടുത്ത് കാണിച്ചപ്പം ഈ ഡോക്ടേഴ്സ് എന്റെ മുമ്പിൽ നിന്ന് അങ്ങ് കരഞ്ഞു, വാവിട്ട് കരഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എന്റെ കുഞ്ഞിനെ എനിക്ക് ഇതുപോലെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഗൗരവം ഒന്നും അറിയത്തില്ല, പാസ്റ്റർ അറിയുന്നുണ്ടെങ്കിലും പാസ്റ്റർ എന്നോട് ഇതൊന്നും പറയുന്നില്ല. പാസ്റ്ററോട് ഇവര് പറയുന്നുണ്ട്, പുള്ളിക്കാരിയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം, കാരണം എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് രണ്ടുപേരും ഒരുപോലെ നഷ്ടപ്പെടണ്ട, അതുകൊണ്ട് ദൈവം തിരിച്ചു തരും. ഇതിനിടയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. ഞാൻ ചുരുക്കമായിട്ട് അങ്ങ് പറയുക. അങ്ങനെ പാസ്റ്ററോട് ഇങ്ങനെ പറയാം, പാസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞില്ല. ഒരു ദിവസം ഇങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്, അപ്പൊ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എന്നെ വെളിയിൽ വിളിച്ചു, ഏതോ ഒരു കാര്യത്തിന് മരുന്ന് എന്തോ തരാൻ വേണ്ടിട്ട് വെളിയിൽ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, ഇയ്യോബിന് 10 മക്കളില്ലായിരുന്നോ? ഞാൻ പറഞ്ഞ ഉണ്ടായിരുന്നു. 10 പോയില്ലേ? ഞാൻ ചോദിച്ചു, എങ്ങോട്ടായി പറഞ്ഞു വരുന്നേ? നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ പിന്നെ പാസ്റ്റർക്ക് മനസ്സിലായി എന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പാസ്റ്റർ പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് പാസ്റ്റർ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് പാസ്റ്റർ പുറത്തിറങ്ങി ഇങ്ങനെ കരയുക, പാസ്റ്റർക്ക് നടക്കാൻ വയ്യ, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ഹോസ്പിറ്റലിൽ ഓടണം, ബ്ലഡിന്റെ ഇത് വാങ്ങിക്കണം, മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം, ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അവസാനം 2 ദിവസം ആയപ്പോഴത്തേക്കും പാസ്റ്ററുടെ കാല് നീര് വെച്ച് ഇങ്ങനെ മുടന്തി നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അകത്തിരിക്കുന്നു ICU-നകത്ത്, എനിക്ക് ഉറക്കമില്ല, ഒരു ഇതുമില്ല. ഞങ്ങള് അങ്ങനെ വന്ന് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും, മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കാലെല്ലാം കരിനീല കളറായി, ചലനം പൂർണ്ണമായി നിലച്ചു. ആ ട്യൂബിന്റെ ഒരു ചെറിയ ഇങ്ങനെ ഒരു അനക്കം മാത്രം. ഇത് കണ്ടപ്പോ അപ്പൊ അതിനു മുമ്പ് എന്ന് പറഞ്ഞ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പിൾ വന്നായിരുന്നു. അവളുടെ സ്കൂളിലെ പ്രിൻസിപ്പിൾ വന്നിട്ട് അനറ്റിനെ കാണാൻ വന്നപ്പോ പറഞ്ഞു, ഇവര് ഡോക്ടേഴ്സ് ആരും ഈ പ്രിൻസിപ്പിളിന്റെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലത്തില്ല, കാരണം അനറ്റിന്റെ ഹിസ്റ്ററി പറയാൻ അവർക്ക് ഒന്നുമില്ല. എന്താ അസുഖം എന്ന് ചോദിച്ചാൽ എൻസഫലൈറ്റിസ് ആന്ന് പറയുന്നുണ്ട്, മൈക്രോപ്ലാസ്മ ബാക്ടീരിയയുടെ പ്രസന്റ് പറയുന്നുണ്ട്, ഹൈഗ്രേഡ് ന്യൂമോണിയ എന്ന് പറയുന്നുണ്ട്, വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ഇതിൽ എന്താണ് കുഞ്ഞിന് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറയാൻ ഡോക്ടേഴ്സിന് പറ്റാത്തതുകൊണ്ട് ഇവരാരും ഈ അന്വേഷിച്ച് വരുന്നവരുടെ അടുത്തോട്ട് അനറ്റിന്റെ കണ്ടീഷൻ പറയാൻ ആരും ചെല്ലത്തില്ല. അവർ ഒഴിഞ്ഞു മാറി, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക, ഒഴിഞ്ഞു മാറി അവര് മാറുന്നത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എന്താണ് പറയാൻ. കാരണം ഇതെല്ലാം അവളുടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാല് ചെന്ന അന്ന് എക്സ്റേ എടുത്തപ്പം അവിടെ ലങ്സിന്റെ 3/4 ഭാഗം ഇല്ല, പുക പോലെ വെളുത്തിരിക്കുകയാണ്. ഈ ലങ്സ് വെച്ചാണ് എത്ര ദിവസം കൊണ്ടാണ് അങ്ങനെ ആയതൊന്നും നമുക്കറിയത്തില്ല. ആ ലങ്സ് വെച്ചാണ് 1-ാം തീയതി രാവിലെ അവള് സ്കൂളിൽ പോയതും വന്നതും എല്ലാം. 3/4 ഭാഗം വൈറ്റ്, പ്യുവർ വൈറ്റ് ആയിരുന്നു. അത് ഞങ്ങളെ കാണിച്ചു. ഇത് മാത്രമാണ് നമുക്കൊരു തെളിവെന്ന് പറയാം. പിന്നെ മൈക്രോപ്ലാസ്മ ബാക്ടീരിയയുടെ ഒരു പ്രസന്റ് അതും കണ്ടു. ഇത്രയും മാത്രമേ നമുക്കും അന്നേരം പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എൻസഫലൈറ്റിസാ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ, പുറത്തോട്ടൊക്കെ അറിഞ്ഞത് മെനഞ്ചൈറ്റിസാ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നതും എല്ലാവരും പറ. അപ്പൊ ഇതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കും പറയാൻ പറ്റാതെ വന്നു. അങ്ങനെ 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അഥവാ രക്ഷപ്പെട്ടാലും അവർക്ക് പഴയ പോലെ മെമ്മറി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രിൻസിപ്പൽ സാറ് വന്നിട്ട് ഇവരോട് പറഞ്ഞപ്പോ ഇവർ 1 മണിക്കൂറോളം പ്രിൻസിപ്പൽ സാർ ഇവരെ വെയിറ്റ് ചെയ്തിട്ട് ഇവർ ഇറങ്ങി ചെന്നില്ല. ഉടനെ ഈ അനറ്റിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ സാറും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും ഒരുമിച്ച് പഠിച്ചതാ. ആ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഇതുപോലെ ICC വന്നിട്ടുണ്ട്, അനറ്റ് എന്ന പേര്, നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ നല്ല ട്രീറ്റ്മെന്റ് ആ കുഞ്ഞിന് കൊടുക്കണം, പറ്റത്തില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു, ഞങ്ങൾ എവിടായാലും കൊണ്ടുപോയി അവളെ രക്ഷപ്പെടുത്തി ഞങ്ങൾ തിരിച്ചു. അത് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്.
എവിടെ കൊണ്ടായാലും ഞങ്ങൾക്ക് അവളെ തിരിച്ചു വേണം, അത് അവള് ഞങ്ങളുടെ സ്കൂളിന് അങ്ങനെ ഒരു പൈതൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഏറ്റവും നല്ല ട്രീറ്റ്മെന്റാണ് ഞങ്ങളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ വെച്ച് എല്ലാ ഡോക്ടേഴ്സും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ ബോർഡ്, ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് ഈ ICH വന്ന് അനറ്റിനെ ട്രീറ്റ് ചെയ്യത്തക്ക വിധത്തിൽ അവിടുന്ന് കുറച്ച് ഡോക്ടേഴ്സിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇവളെ ട്രീറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് ഡോക്ടേഴ്സ് വന്ന് ട്രീറ്റ് ചെയ്ത് പോകും. അവളെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ അതുപോലെ അവളെ കെയർ ചെയ്ത് ട്രീറ്റ് ചെയ്ത് പോയിട്ട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ വന്നു വെള്ളിയാഴ്ച ലോകമെമ്പാടും ഇരുന്ന് അനറ്റിന് വേണ്ടി കരയുക. അറിയുന്നവർ വാട്സാപ്പിനകത്തൂടെയും അല്ലാതെ ഒക്കെ മെസ്സേജുകൾ ഇട്ട് ഗ്രൂപ്പായിട്ടും ഒക്കെ അനറ്റിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. അനറ്റിന്റെ പേരൻസ് ആരാന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇതിനു മുമ്പ് ദൈവം എന്നെ വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി ഇതിനു മുമ്പ് ഞാൻ അച്ഛനോട് പറയുന്നത്, അച്ഛൻ നമുക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും കാണത്തില്ല, നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ആരും കാണത്തില്ല, നമ്മളെ ഒന്ന് സഹായിക്കാനും ആരും കാണത്തില്ല. എന്റെ ആ ഒരു വാക്ക് എന്നെ തിരുത്തി പറയത്തക്ക വിധത്തില് എവിടുന്നൊക്കെ ലോകമെമ്പാടുമുള്ള ജനങ്ങള് അറിയുന്നവര് പ്രാർത്ഥിച്ചു. മന്ത്രിമാര് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, സ്കൂളില് എല്ലാം പ്രാർത്ഥന. ദൈവം എന്നെ കർത്താവ് എന്നെ അത് തിരുത്തി പറയിപ്പിക്കാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ വെള്ളിയാഴ്ച വന്നപ്പോ ഈ അനക്കം മാത്രം ഉള്ളപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ കുഞ്ഞ് എത്ര ദിവസം എന്റെ കുഞ്ഞിങ്ങനെ ഇങ്ങനെ കിടക്കും എന്ന് ചോദിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, എന്നാ ഒരു കാര്യം ചെയ്യാം. അവരെന്നോട് പറഞ്ഞു ഒരാഴ്ചയോളം ഇങ്ങനെ കിടക്കുമെന്ന് ആദ്യം പറഞ്ഞേ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വെന്റിലേറ്റർ ട്യൂബ് ഒന്ന് ഊരി നോക്കാം, 2 മണിക്കൂറത്തേക്ക് ഊരാ, അതിനുശേഷം എന്തെങ്കിലും കുഞ്ഞിന് പെട്ടെന്ന് സീഷർ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു. അല്ല പിന്നെ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആകെ ഇതായിപ്പോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്തായാലും ട്യൂബ് ഒന്ന് ഊരണമല്ലോ. ഞാൻ പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പുറത്തോട്ടിറങ്ങി. ഞാൻ ഫോൺ വിളിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാ കുഞ്ഞിന്റെ ട്യൂബ് ഊരുക, 2 മണിക്കൂർ അവർ സമയം തന്നെ, ഇതിനകത്ത് എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങി. അപ്പം പാസ്റ്റർ അന്നേരം എല്ലാരും വിളിച്ചു പറഞ്ഞു ഇതുപോലെ അനറ്റിനെ ട്യൂബ് റിമൂവ് ചെയ്യുക, എല്ലാരും പ്രാർത്ഥിക്കണം എന്ന് പറയാനിടയായി. അങ്ങനെ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞു. ഈ ട്യൂബ് ഊരുന്ന സമയത്ത് ശബ്ദം ഞാൻ പുറത്ത് കേട്ടു. ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോ ഇവര് പെട്ടെന്ന് കർട്ടൻ വലിച്ചിട്ട് കവർ ചെയ്ത് എന്നെ കാണിച്ചില്ല. അപ്പൊ അവിടുന്ന് പേരൻസ് പറയുന്ന കേട്ട്, മറ്റു കുഞ്ഞുങ്ങളുടെ പേരൻസ് അവിടെ നിന്നോട് പറഞ്ഞു മേളി പൊങ്ങി താഴോട്ട് വന്ന് അടിച്ചു. ഡോക്ടേഴ്സ് എല്ലാം കൂടെ അമക്കി പിടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയി താഴെ വന്ന് ഇങ്ങനെ ഇതായെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ട്യൂബ് ഊരി കഴിഞ്ഞ് ഇവരെന്നോട് പറഞ്ഞു വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ വന്നിരുന്നപ്പോ ഒരനക്കവും ഇല്ല, ഇങ്ങനെ കിടക്കുക. ഞാനിങ്ങനെ സ്വോത്രം പറഞ്ഞു. അപ്പം ഞാൻ എന്റെ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ പ്രതീക്ഷയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോ ഈ ഇടത് കൈ ഇങ്ങനെ അനക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ എന്റെ ബ്രദറിനെ അതിനകത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവളുടെ കണ്ടീഷനിൽ എന്തോ ദൈവം അവരുടെ മനസ്സും അങ്ങ് അലിയിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി നീ അവിടെ ചെവിയിലോട്ട് ഫോൺ കൊടുക്കുക, എന്നിട്ട് നീ പറ മോനെ പ്രാർത്ഥിക്ക, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്ക, യേശുവേ യേശുവേ എന്ന് മോൻ വിളി, ഇങ്ങനെ പറയാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എടി അവിടെ കൈ അനക്കാൻ നീ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ ഒന്ന് കൈ അനക്കിക്കേ. ഇവള് പെട്ടെന്ന് കൈ അനക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു എടാ അവള് കൈ അനക്കി, പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്തോത്രം പറഞ്ഞു. ഇവിടെ ചെവിക്കകത്തോട്ട് ചെന്നിരുന്ന സ്തോത്രം സ്തോത്രം സ്തോത്രം, യേശുവേ 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 സ്തോത്രം. എനിക്ക് വേറെ ഒന്നും വാക്കുകളില്ല പറയാൻ. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പം കുറച്ചു നേരം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു കുറെ ദിവസമായില്ലേ വെള്ളമൊക്കെ കുടിച്ചിട്ട്, ഒന്ന് പുറത്തു പോയി ഒന്ന് ഫ്രഷ് ആയി വരാനായിട്ട് പറഞ്ഞു. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ എന്റെ മൂത്ത നാത്തൂനുണ്ടായിരുന്നു, ഫേബ എന്ന പേര്. ഞാൻ ആ ഫേബമ്മയോട് പറഞ്ഞു അമ്മമ്മ ഇവിടെ ഇരിക്കുക. ഇങ്ങനെ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു, ഹാഗർ പറഞ്ഞല്ലോ പൈതലിന്റെ മരണം എന്റെ കൺമുമ്പിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനിയുള്ളത് എനിക്ക് കാണാനുള്ള പ്രാണിയില്ല, അവൾ എന്നെ വിളിക്കും, അന്നേരം ഞാൻ വരാം, അതുകൊണ്ട് അമ്മാമ്മ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പുറത്തുപോയി കുറെ നേരം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്റെ കുഞ്ഞ് എന്നെ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പാസ്റ്ററും കൂടെ വണ്ടിയിലോട്ട് പോയി ഞങ്ങൾ അലറി കരഞ്ഞു. അന്നേരമാണ് ഞങ്ങൾ തമ്മിലൊന്ന് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ കരം കോർത്ത് പിടിച്ച് അലറി വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ അലറി കരഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു കർത്താവേ ഞങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെയാ ദൈവം തന്നെ, അതിൽ ഒന്ന് പോയി എന്ന് പറഞ്ഞ് കർത്താവിന്റെ വേല ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുത്. കാരണം ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നേടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് സുവിശേഷം പറഞ്ഞ് ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എങ്ങനെ മറുപടി, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് തിരിച്ചൊരു ചോദ്യം അവർ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ ആ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ 4 പേരും കർത്താവിന് മുമ്പാകെ സാക്ഷിയായി നിന്ന് വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ അവസരം ഒരുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരോട് അതിനകത്തിരുന്ന് അലറി കരഞ്ഞു.
കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പേമാമ എന്നെ വിളിച്ചിട്ട് പറയും, "എടി കുഞ്ഞ് നിന്നെ വിളിക്കുന്നെന്ന്" പറഞ്ഞു. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഡോറൊക്കെ തുറന്നേച്ച് ഞാൻ ഓടുമ്പോ അങ്ങോട്ട് ഓടുമ്പോ ഞാൻ ഇങ്ങോട്ട് പോവുക. കാരണം അത്രമാത്രം എന്റെ ശരീരം ടയർഡാ. ഞാൻ ഓടി, പാസ്റ്റർ എന്റെ പുറകെ ഓടി വന്നു. കാരണം ഞാൻ വീഴുമെന്ന് പാസ്റ്റർക്ക് മനസ്സിലായി. ഓടി ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇവള് മയങ്ങി കുറച്ചു നേരം. ഞാൻ പറയും, ഇനി ഞാൻ ഇരുന്നോളാം, എന്റെ കുഞ്ഞ് എന്നെ വിളിച്ചല്ലോ, ഇനി അടുത്ത വിളി കേൾക്കാൻ എനിക്ക് ഇവിടെ ഇരിക്കണം. അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് വെള്ളം. അപ്പം അന്നേരം ഇവള് ചോദിക്കുന്നിങ്ങനെ, എന്റെ അമ്മ എന്ത്, എന്റെ അമ്മ. അപ്പൊ ഐസിയുനകന്ന് നടുങ്ങി വല്ലാത്തൊരു ശബ്ദം. അപ്പൊ അവര് പറഞ്ഞു, കുഞ്ഞിന്റെ മെമ്മറി പോയി, പഴയ പോലെ നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടത്തില്ല, അവൾ എന്തോ അബ്നോർമൽ ആയി എന്ന് പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം അവര് പറഞ്ഞൊരു ഇതാണ്, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല ആ സമയത്ത്. ചുണ്ട് ഇങ്ങനെ നനച്ചു കൊടുത്തു. ആ നനയ്ക്കുമ്പോൾ ഞങ്ങൾ സ്വോത്രം പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. ഞങ്ങളുടെ മൂത്ത നാത്തൂൻ അവിടെ ഇരുന്നുകൊണ്ട് സ്വോത്രം പറഞ്ഞു ഓരോ ഡ്രോപ്പ് കൊടുക്കുമ്പോഴും സ്വോത്രം പറഞ്ഞ ഒരു ഔഷധമായിട്ട് അവിടെ ഉള്ളിൽ ആ വെള്ളം ചെല്ലുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അവള് മയങ്ങി. അങ്ങനെ മയങ്ങി പിന്നെ രാത്രി 12 മണി ആയപ്പോഴത്തേക്കാണ് ഇവള് ഒന്നുണർന്നപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുവേ 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 എന്ന് 3 വട്ടം ഐസിയുനകത്ത് കിടന്ന് നടുങ്ങത്തക്ക വിധത്തിൽ ഇവിടെ അലറി. ആ ആ യേശുവേ എന്ന് വിളിച്ചതും അനറ്റിന് ഓർമ്മയില്ല. പക്ഷെ അവള് വിളിച്ച ആ മയക്കം കഴിഞ്ഞ് അനറ്റ് പിന്നെ എഴുന്നേറ്റത് പൂർണ്ണ ആരോഗ്യത്തോടെ. പിറ്റേ ദിവസം ആ രാത്രി കഴിഞ്ഞ് അവൾ എഴുന്നേറ്റത് പൂർണ്ണ ആരോഗ്യത്തോടെ. അവൾ എഴുന്നേറ്റ് സ്വന്തമായിട്ട് ബെഡിൽ ഇരുന്നെന്നുള്ളതാണ്. ഡോക്ടേഴ്സ് ഓടി വന്ന് പറഞ്ഞു, യോ ഈ കുഞ്ഞ് ഇന്നലെ വരെ ഇങ്ങനെ കിടന്ന മോള് ഇത് അവള് തന്നെയാണോ ഇത് എന്ന് അത്ഭുതം കൂറുമാറ് അവര് വന്നിട്ട് പറഞ്ഞു, മോളെ പതിയെ എന്ന് പറഞ്ഞു. പക്ഷെ അനറ്റിന് അറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഒരു സൂചി കുത്തിയ വേദന പോലും എന്റെ ദൈവം എന്റെ കുഞ്ഞിനെ അറിയിച്ചില്ല. ഈ 3 ദിവസക്കാലം അവളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയ മരുന്ന് ഭയങ്കര ഹൈ ഡോസ് മരുന്ന്, അതിന്റെ വേദനകൾ എന്റെ ദൈവം അവളെ അറിയിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം ഇവളിങ്ങനെ ബെഡിൽ കിടക്കുമ്പോ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് നിന്നാപാത്രമാക്കാനാന്നോ? അപ്പൊ എന്നോട് ദൈവാത്മാ സംസാരിക്കുക, ഇവൻ പാപം ചെയ്തിട്ടോ, ഇവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടോ അല്ല, ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. ഈ വാക്ക് എന്നെ അങ്ങ് ഉറപ്പിച്ചു. ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാന്ന് തന്നെ അങ്ങ് പറയുക. അപ്പൊ ഞാൻ എന്നോട് വിളിക്കുന്നവരോട് ഞാൻ പറയും, ഇവങ്ക ദൈവപ്രവൃത്തി ഇവളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഈ കഷ്ടതയിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് വാർഡിലോട്ട് മാറിയപ്പം അനറ്റിനെ പോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്ന ഒരു കുഞ്ഞ് അതിന്റെ ബോഡി ഇറക്കിക്കൊണ്ടുപോയി. ഇങ്ങനെ അനുഭവങ്ങൾ അവിടെ കണ്ടപ്പോ ഇങ്ങനെ ഒത്തിരി പേരോട് കർത്താവ് ചെയ്ത വിടുതൽ പറയാൻ ദൈവം ഇടയാക്കി. അനേകർ അനറ്റിനെ കാണാൻ വന്നു. ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ, അനറ്റ് പ്രൊപ്പപ്പോൾ എന്ന് പറഞ്ഞ ഹൈഡോസ് മരുന്ന് അത് കൊടുത്ത ഒരു കുഞ്ഞൊന്നും എന്റെ ഡോക്ടേഴ്സ് ലൈഫിൽ ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല, അല്ലെ ഇങ്ങനെ ഒരു ഇതിൽ ആരോഗ്യത്തോടെ കണ്ടിട്ടില്ല. കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു, ഞാൻ ഉണർന്നു, ഇതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. അപ്പം പിറ്റേ ദിവസം എന്നോട് ചോദിക്കാം, 4 ദിവസം കഴിഞ്ഞ് ഉണർന്ന കുഞ്ഞ് എന്നോട് ചോദിക്കാം, മമ്മേ ബുധനാഴ്ച വയ്യാതായേ, മമ്മ ഇന്ന് വ്യാഴമല്ലേ, എനിക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പൊ ഞങ്ങള് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ എന്തൊക്കെയോ എന്റെ ശരീരത്ത് നടന്നെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്നും എന്റെ യേശുപ്പച്ചൻ എന്നെ അറിയിച്ചില്ല. ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെയാണ് അവളെ 14 ദിവസം ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള അനുഭവങ്ങള് പ്രിയ മകള് പങ്കുവെക്കും. ദൈവത്തിന്റെ വശം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ കർത്താവിനെ വിടുവിച്ച സാക്ഷ്യം അനേകരോട് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി ഈ സമയത്ത് ഞാൻ വിനിയോഗിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ദൈവവചനം വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കും ഇതേ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുകയും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചും യാഥാർത്ഥ്യമായി. 1. ജീവനോടിരിക്കുമോ എന്ന് തോന്നുമാറ് എന്റെ മാതാപിതാക്കളും സഹോദരിയും എന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉള്ളിൽ ഭാരപ്പെട്ടു. 2. ഞാൻ മരിക്കുമെന്ന് 3 ഹോസ്പിറ്റലുകൾ വിധി എഴുതി എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. 3. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ വെക്കേണ്ടി വന്നു. 4. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. 5. അതിന് നിങ്ങളും പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പോരാടി. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ മാതാവ് പറഞ്ഞതുപോലെ പിറ്റേ ദിവസമാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ ഹോസ്പിറ്റലിൽ ഉണർന്നത് കൊണ്ടാണ് എനിക്ക് എന്തോ സംഭവിച്ചെന്ന് പോലും ഞാൻ അറിഞ്ഞത്.
അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എന്റെ മാതാവ് അത് പറഞ്ഞത്. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് നല്ല തിക്ക് ഹെയർ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് EGയും കാര്യങ്ങളും അങ്ങനെ പലത് ചെയ്തു. അത്രയും ദിവസം തലയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ വെള്ളം നിന്ന് വീണ്ടും തണുപ്പോ പനിയോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാതെ, ഇനി പനി വരാതെ സൂക്ഷിക്കണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ എന്റെ മുടി മുറിച്ചു. അതുകൊണ്ടാണ് എന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. ആ ഒരു 14 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. മരുന്നിന്റെ ആ ഒരു ടയർഡ്നെസ്സിൽ ഞാൻ ഉറങ്ങുകയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അന്നേരം ഒന്നും ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് മാതാപിതാക്കളോട് ചോദിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അന്ന് എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ കരയാണ്. എത്ര നമ്മൾ പറഞ്ഞാലും ഞാൻ ആശ്വസിപ്പിക്കുകയാണ്, അമ്മ കരയണ്ട, അമ്മ കരയണ്ട. പക്ഷെ അമ്മ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അമ്മയുടെ കരച്ചിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം അമ്മ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു, ദൈവം ഞാൻ എങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കും? അപ്പൊ ദൈവം എന്റെ മനസ്സിൽ നൽകി തന്നൊരു വചനമാണ്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആ വചനം കിട്ടിയപ്പം അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ദൈവം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നല്ലേ. അതായത് എന്റെ വിഷയം കേട്ടപ്പോ എത്ര പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓരോ സ്തോത്രം, എന്റെ ഒരു വിഷയം കേൾക്കുമ്പോൾ ദൈവമേ ആ കുഞ്ഞിനെ വിടുവിക്കണേ, അല്ലെങ്കിൽ ഒരു സ്തോത്രമെങ്കിലും പറയാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അങ്ങനെ അത്രയും സ്തോത്രം ദൈവത്തിനെത്തിയപ്പോൾ എന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഒന്നും അറിയാതെ എന്നിലൂടെ ദൈവത്തിന് അത്രയും മഹത്വം, അത്രയും യാഗം അർപ്പിക്കാൻ ഇടയായത് ഒരു വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ അമ്മയെ ആശ്വസിപ്പിച്ചത്. അങ്ങനെയാണ് അമ്മയുടെ കരത്തിൽ നിന്ന്. എന്നാലും ഇപ്പോഴും എന്റെ ആ വിഷയം പറയുമ്പോൾ അതിന്റെ തീവ്രത എനിക്ക് അറിയില്ലെങ്കിലും എപ്പോഴും എന്റെ മാതാപിതാക്കൾ കരഞ്ഞും വളരെ വിഷമത്തിലാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയത്. അതേപോലെ എന്റെ സ്റ്റേജിൽ വന്ന അനേകം ആൾക്കാര് അവിടെ വന്നെങ്കിലും സങ്കീർത്തനം 91:7 പറയുന്നത് പോലെ, നിന്റെ വശത്ത് 1000 പേര് വീണാലും നിന്റെ വലത്തെ വശത്ത് 10,000 പേര് വീണാലും അത് നിന്നോട് അടുത്ത് വരികയില്ല. എനിക്കൊരു ദോഷവും വരാതെ എന്റെ അടുത്ത് കിടന്നവരും ഞാൻ കിടന്ന ബെഡിൽ അതിന് മുമ്പ് കിടന്നവർക്കും ഒക്കെ മരണങ്ങൾ സംഭവിച്ചു. അവർ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നപ്പോഴും ദൈവം എന്നെ കരുതി. എനിക്കായി ദൈവം എന്റെ കൂടെ ഇരുന്നു. ദൈവം എന്റെ പരിചയമായിരുന്നു, എന്റെ സങ്കേതമായിരുന്നു. അങ്ങനെ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അതുപോലെ എനിക്ക് അങ്ങനെ വയ്യാഴിക വന്ന് ഞാൻ ഓക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങള് അന്നേരം ഇരുന്ന ചർച്ചിൽ നിന്ന് ഈ ചർച്ചിലേക്ക് മാറണമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ മാറുന്ന സമയത്ത് ആ ചർച്ചിന്റെ ട്രാൻസ്ഫറിന്റെ സമയത്ത് അവിടെ എനിക്കൊരു സാക്ഷ്യം പറയാൻ, ആ ചർച്ചിൽ വെച്ചിട്ടാണ് എനിക്ക് വയ്യാതായത്, എനിക്ക് വിടുതൽ ലഭിച്ചത്. ആ ചർച്ചിലുള്ള ആൾക്കാരൊക്കെ വളരെയധികം ആ ഒരു സമയത്ത് ആരും ഇല്ലായിരുന്നു. അന്നേരം പപ്പയ്ക്ക് ഒരു ബലത്തിന് വേണ്ടി ആ ചർച്ചിലുള്ള ആൾക്കാരാണ് ഓടി വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഒരു സാക്ഷ്യം പറയണമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. അവിടെ ചെന്നപ്പം എല്ലാം പ്രിപ്പയർ ആയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. എന്തൊക്കെ പറയണമെന്നും എനിക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാം എന്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം എന്റെ മനസ്സിലൊരു വാചകം നിലത്തുന്നു, സങ്കീർത്തനം 34:5, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പെട്ടെന്ന് അത് വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയത് കൊണ്ടാണ് ഞാൻ ലജ്ജിക്കാഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ പ്രകാശത്തോടുകൂടെ എനിക്ക് ദൈവവചനം സംസാരിക്കാൻ ഇടയായത്. അതിനുശേഷം അത് അവിടെ പറയാൻ ഇടയായി. പിന്നെ ആ ഒരു വചനം എനിക്ക് ഓരോ തവണയും എനിക്ക് ദൈവം നൽകുന്ന വചനം എവിടെ അവസരം കിട്ടിയാലും അവിടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ തന്നെ പറയാൻ ദൈവം സഹായിച്ചു. എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, എന്റെ വിടുതൽ പൂർണ്ണമായും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിടുതലും മാത്രമായിരുന്നു. കാരണം എന്റെ ശരീരത്തിൽ ഡോക്ടേഴ്സിന് അറിയാവുന്ന എല്ലാ മരുന്നുകളും അവർ കയറ്റി വിട്ടു. ഞാനൊരു പരീക്ഷണ വസ്തുവായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് ഞാൻ ഓക്കെ ആയി കഴിഞ്ഞാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ മരുന്നും കയറ്റി വിട്ട ഒരാൾക്ക് ഒരിക്കലും ഒരു കുഴപ്പവും ഇല്ലാതെ പഴയ ഒരാളായി റിക്കവർ ആവാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വിടുതലാണ് എന്ന് ഡോക്ടേഴ്സും പറയാൻ ഇടയായി. അതിനുശേഷം എന്റെ മാതാവ് പറഞ്ഞതുപോലെ എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ഒരു പ്രോഗ്രാം സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൽ വന്നപ്പം എന്നെ അവിടേക്ക് വിളിച്ചു. അവിടെ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഒരു പൂ കൊടുക്കാനാണ് ആദ്യം വിളിച്ചത്. അപ്പം ഞാനാണെങ്കിൽ അവിടുന്ന് വന്നപ്പം എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം എന്റെ സ്കൂളിലെ HM, നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള ഒരാൾക്ക് കൊടുക്കേണ്ട മൊമെന്റം അത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ അവസരം ഉണ്ടായി. ഞാൻ അങ്ങനെ ആ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലിന് മൊമെന്റം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം എന്നെ കണ്ട് പെട്ടെന്ന് എന്ത് ആണ് സംഭവിക്കുന്നത് പുള്ളി ചിന്തിച്ചു. എന്നോട് ചോദിച്ചപ്പം വെന്റിലേറ്ററിൽ നിന്ന് വന്നൊരു കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ആ മൊമെന്റം വാങ്ങുന്നതിന് മുമ്പ് പുള്ളി എനിക്കൊരു ഹാൻഡ് ഷേക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ലൈഫിൽ ഇതുവരെ എന്റെ ഡോക്ടർ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, എന്റെ ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ് എന്ന് എന്നോട് പറയാനിടയായി.
ഞാനും എന്റെയും ലൈഫിൽ ഒരു ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു. അങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയല്ല. അതിനുശേഷം സ്കോളർഷിപ്പ് എക്സാംസ് എഴുതാൻ, സ്കൂളിൽ പരീക്ഷകൾ എഴുതാനൊക്കെ ഞാൻ സാധിച്ചു. മെമ്മറി ലോസ് ആയി പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, പാരലൈസ് ആയി പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 2-3 മാസങ്ങളിൽ ക്ലാസ് നഷ്ടപ്പെട്ടിട്ടും നല്ലൊരു വിജയം പരീക്ഷകളിൽ ലഭിക്കപ്പെടാൻ ദൈവം സഹായിച്ചു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വെച്ചതുകൊണ്ട് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി മാത്രമാണ് എനിക്ക് ഇന്ന് ഈ വിടുതൽ ലഭിച്ചത്. അതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. എപ്പോഴും എപ്പോഴും എന്നോട് ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നത് പ്രാർത്ഥനയുടെ വിടുതലാണ്, അല്ലാതെ മറ്റൊന്നുമേ അല്ല. എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥന എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല പരിശോധനകളും നമ്മൾ നേരിടേണ്ടി വരും. അതിനാലൊന്നും നമ്മൾ തളർന്നു പോകാൻ പാടില്ല. ചിലപ്പോൾ ദൈവം നമ്മളെ പുതുക്കി പണിയാൻ എടുക്കുന്ന ഒരു സമയമായിരിക്കും. അതിനായി നമ്മൾ പ്രയോജനപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള സമയമായിരിക്കണം. ആ സമയത്ത് ഒരിക്കലും നമ്മൾ തളർന്നു പോവുകയോ പിശാചിന് കീഴ്പ്പെട്ടു പോവുകയോ ചെയ്യരുത്. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്തു തന്ന ഇത്രയും വലിയൊരു വിടുതലെ നിങ്ങളുടെ ഇതിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും അറിയിക്കാൻ ദൈവന്റെ ജീവിതം എന്ന ഭാഗ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം വിശ്വസിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനറ്റ് മോളെ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മോക്ക് വലിയൊരു വിടുതൽ തന്നു. അനക്കമറ്റ് ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നെന്ന് ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുവിച്ച് മോളെ ഇന്ന് ആരോഗ്യമുള്ളൊരു കുട്ടിയാക്കി, യാതൊരു ഫോൾട്ടും ഇല്ലാതെ കർത്താവ് നേരത്തെയുള്ള ഒരവസ്ഥക്കാട്ടിലും ഉപരിയായി ദൈവം ആരോഗ്യത്തോടെ കൂടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. കർത്താവ് മോളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് മോളെ പുതുക്കി പണിഞ്ഞൊരു പുതിയ പാത്രമാക്കി തീർത്തിരിക്കുന്നത്. മോളെ കർത്താവ് ഉപയോഗിക്കട്ടെ. മോളെ സ്കൂളിലും മോളെ കർത്താവ് മുന്നോട്ട് നടത്തുന്ന എല്ലാ വഴികളിലും മോളെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശോഭിക്കണമെന്ന് ആൻറ്റിയും ആഗ്രഹിക്കുന്നു. അനേകർക്ക് മോള് ഒരു അനുഗ്രഹമായി തീരട്ടെ. മോളെ ഇത്രത്തോളം ആൻറ്റി ഒരു ചോദ്യം ചോദിക്കുകയാണ്. മോളെ ഇത്രത്തോളം വിടുവിച്ച കർത്താവിനെ കുറിച്ച് മോളെ ഫ്രണ്ട്സിനോടൊക്കെ പറയുവാൻ മോൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ആന്റി. എപ്പോഴും ഞാൻ ഇതിനു മുമ്പ് പഠിക്കുന്ന സ്കൂളിലും ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചർച്ച ഉണ്ട്. അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ ആൾക്കാർ ഇതിനെ കളിയാക്കുന്നു. അപ്പൊ ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല എന്ന് ഞാൻ എനിക്ക് ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പും പറയും. അതിനുശേഷം ഞാൻ എന്നോട് പറയുമ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പുതിയ സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ പറയും എനിക്കിങ്ങനെയാണ് സംഭവിച്ചത്. അതിന്റെ അവസാനം ഞാൻ പറയും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും എന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും ഞാൻ പറയാറുണ്ട്. അതുപോലെ പലരും ഞങ്ങളോട് ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വെന്റിലേറ്ററിലായിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ ആ ഒരു വിടുതല് ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരു ഞങ്ങളുടെ സാറാണ്. ആ സാറിന് എന്റെ ആ ഒരു വിടുതലിലൂടെ ആ സാറിന് വിശ്വാസം കിട്ടി. ആ സാറ് ആ കുട്ടിയെ വെന്റിലേറ്ററിൽ കയറ്റി പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു നിമിഷം തന്നെ ഞങ്ങൾ അപ്പം തന്നെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അത്രത്തോളം ഒരാളിൽ വിശ്വാസം എത്തിക്കാൻ ദൈവം സഹായിച്ചു. ആമേൻ, ആമേൻ. ഓക്കെ മോളെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. മോള് വായിച്ചതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനായ ഒരു കർത്താവാണ് യേശു ക്രിസ്തു. ആ കർത്താവിൻ്റെ ഒരു സാക്ഷിയാക്കി അനേകർക്ക് മുൻപിൽ കർത്താവ് മോളെ നിർത്തട്ടെ. മോളെ ഭാവി കാര്യങ്ങൾ, ഇപ്പം കൊച്ചുകുട്ടിയാണ് എങ്കിലും മോളെ എന്താണ് ആഗ്രഹിക്കുന്നത് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ? എനിക്കൊരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഓക്കെ ഓക്കെ. അനേകർക്ക് സേവനത്തിലൂടെ കർത്താവിനെ കാട്ടിക്കൊടുക്കുവാൻ കർത്താവ് മോളെ ആഗ്രഹം പോലെ ആക്കി തീർക്കട്ടെ എന്ന് ആൻറ്റി ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു മോളെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സിസ്റ്റർ ഷൈനോടൊന്ന് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. ഞങ്ങള് ഒത്തിരി ആഗ്രഹിച്ചതാണ് കർത്താവ് ഈ ദൈവം ചെയ്ത വിടുതലിന്റെ സാക്ഷ്യം ഇങ്ങനെ ഒന്ന് പറയാൻ ഒരു അവസരം ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു TV ഒരു അവസരം ദൈവം തന്നെയും ഇങ്ങനെ ഒരു പ്രോഗ്രാം ദൈവം അതിനായിട്ട് ഒരുക്കിയതിന് ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്ര വാക്തങ്ങളെ വിശ്വസ്തന വാക്കുമാറാത്തനമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിതമേറിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് കർത്താവെ അനേകരെ കർത്താവെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ, അനേകർക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ കർത്താവെ ആന്റിയെയും ആമേ കർത്താവെ ഈ ആമേ പ്രോഗ്രാമിനെയും കർത്താവ് ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. ഇനിയും അനേക സാക്ഷ്യങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഈ മീഡിയയിലൂടെ കർത്താവെ ഹല്ലേലൂയ പകരുവാൻ കർത്താവെ എന്റെ മക്കളെ ദൈവം ബലപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ചെയ്ത വിടുതൽ
വിടുതലുകൾ ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങളായിരിക്കുന്ന കൂടാരങ്ങളിൽ പാർക്കുവാനല്ല, അത് അനേകർക്ക് കർത്താവെ ഹല്ലേലൂയ ആശ്വാസമായി തീരുവാൻ, അത് പ്രസിദ്ധപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ ഒരുക്കിയിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ. എന്റെ ദാസ്യ ദൈവം മാനിക്കണമേ. കുടുംബത്തെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ സാക്ഷ്യം പറയപ്പെട്ട, ഇതിനു മുമ്പ് പറയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം കർത്താവെ. അനേകരെ ദൈവം അതിനായിട്ട് ഒരുക്കണമേ. വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കർത്താവ് ഞങ്ങൾ കേൾക്കുവാൻ, കർത്താവ് വിശ്വാസത്തെ ഞങ്ങൾക്ക് ഉറയ്ക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവം അനുഗ്രഹിക്കും പറയണം. വരവിനായിട്ട് ഒരുക്കണം, കൃപ തോന്നി കേൾക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു.